السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم كن عالما أو متعلما أو محبا أو مستمعا فلا تكن خامسا. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف العاص ذي الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة محمد صلى الله عليه وسلم. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകര.
വേദിയിൽ ഉപസ്ഥരായ ബഹുന്ദരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപങ്ങന്മാരെ, അള്ളാഹു നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിൻ്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശൈഖുനാടെ 5ാമത്തെ ആണ്ട് നേർച്ചയും മജ്ലിസുന്നൂറിൻ്റെ വാർഷികവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഇതിനു വേണ്ടി പരിശ്രമിച്ചവരുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ഉസ്താദ് അവറുകളുടെ ബർസഖിയായ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. സമയം നല്ലതുപോലെ താമസിച്ചു. നിങ്ങളൊക്കെ എന്നോട് പ്രത്യേകിച്ച് ഉസ്താദ് പറഞ്ഞു, ഇന്നലെ 9:45 അങ്ങോട്ട് പരിപാടി തീർന്നെന്ന്. ഇന്നലെ 9:45 പരിപാടി തീർന്നു. സത്യം പറഞ്ഞ ഇപ്പോൾ 9:30 ഞാൻ 10 മണിക്ക് നിർത്തണമെന്ന് ഞാൻ ചോടി വന്നേ. നമ്മുടെ ഇന്നത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥ അറിയാമല്ലോ. അപ്പം പല കാര്യങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങൾ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എത്ര നേരത്തെ നിർത്താൻ കഴിയുമോ അത്രയും നേരത്തെ നിർത്തണം. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും കുറച്ചു നേരം ഇരിക്കല്ലേ? നിങ്ങളെന്തപ്പോൾ ഒരു സ്നേഹമില്ലാത്തവരെ? നിങ്ങൾ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമില്ലേ? അത് ആനയൊക്കെ ഉള്ള സ്ഥലം. എന്നിട്ട് നിങ്ങൾക്കൊരു ധൈര്യം ഇല്ലാത്ത പോലെ, എന്നോടെന്തോ ഒരു ദേഷ്യമുള്ള പോലെ ഇരിക്കണം. എല്ലാവരും കുറച്ചു നേരം ഇരിക്കല്ലേ? ഒന്ന് എഴുന്നേറ്റ്. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇപ്പോൾ 9:30 ഇൻഷാ അല്ലാഹ് ഒരു 10:45 വരെ ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശൈഖുനായെ കുറിച്ച് ബഹുമാനായ MD ഉസ്താദ്, അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദ് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന രീതിയിൽ ആരാണ് ആലിം, ആലിമിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഉസ്താദ് അവിടെ നിന്ന് പറയുകയുണ്ടായി. ഞാൻ വന്നപ്പോൾ മുതൽ ഉസ്താദിൻ്റെ ഖാദിമായ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഉസ്താദന്മാർ വന്നപ്പോൾ മുതൽ ഉസ്താദിൻ്റെ ആ ഒരു മഹത്വത്തെക്കുറിച്ച്, ഉസ്താദ് ആരായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു തരികയാണ്. സാധാരണ ഞങ്ങളൊക്കെ വഴുതു പറയുമ്പോൾ പഠിക്കുന്ന കാലത്ത് മുൻഗാമികളായ സ്വഹാബത്ത്, മഹത്തുക്കളായ മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ ഉസ്താദിൻ്റെ താങ്ങും തണലുമായി ഏറ്റവും കൂടുതൽ ഉസ്താദിൻ്റെ കൂടെ ചിലവഴിച്ച ഖാദിമായ ഉസ്താദ് അവറുകൾ, അവിടെ നിന്ന് ഉസ്താദിൻ്റെ ആ മരണത്തിനു മുമ്പുള്ള ആ ഒരു രംഗങ്ങളെക്കുറിച്ച്, ആ ഖബറ് കുഴിച്ചിട്ടതും നേരത്തെ ഖബറ് കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത ഒരു രോമാഞ്ചം. പടച്ചവനെ, എന്താ ഇത്? നമ്മൾ കിതാബുകളിൽ പഠിച്ച അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്ത അനുഭൂതി. പടച്ചവനെ, എന്താ ഇത്? കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു മനസ്സിന് വല്ലാത്ത ഒരു ആനന്ദം. അള്ളാഹു നമുക്കും അങ്ങനെയുള്ള ഒരു മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് മഹാന്മാർ, ആരാണ് മഹത്തുക്കൾ? ഉസ്താദ് അവറുകളെ കുറിച്ച് എല്ലാവരും ഇവിടെ ഇന്നലെ മുതൽ എൻ്റെ പ്രിയപ്പെട്ടവർ വരുന്നവരെല്ലാവരും ഉസ്താദ് അവറുകളെ കുറിച്ച് പറയുകയാണ്. അതാണ് മഹത്തുക്കൾ, അതാണ് മഹാന്മാർ.
നമ്മളവരെ കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ മഹാനാണെന്ന് പറയുന്നത്. ഈ ഇരിക്കുന്ന ആരുമാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, കുട്ടികളാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, ആരുമാകട്ടെ, നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ നല്ലവനാണെന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ വല്ലാത്ത ഒരു സന്തോഷമാണ്. അതാരുമാകട്ടെ, മാതാപിതാക്കൾ പറയുമ്പോഴോ, അല്ലെങ്കിൽ അധ്യാപകന്മാർ പറയുമ്പോഴോ, അല്ലെങ്കിൽ കൂട്ടുകാർ പറയുമ്പോഴോ, കുടുംബക്കാർ പറയുമ്പോഴോ, നാട്ടുകാർ പറയുമ്പോഴോ, അത് കേൾക്കാൻ നമുക്ക് വല്ലാത്ത ഒരു സന്തോഷമാണ്. നമ്മൾ ജീവിച്ചിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു ആനന്ദം. പടച്ചവനെ, ഇയാൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മനുഷ്യനാണ്, പാപങ്ങളുടെ പടത്തലവനാണ്, ആലിമീങ്ങളെ ആദരിക്കുന്ന, ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം, കേൾക്കാൻ ഒരു സുഖം. അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല സഹോദര. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ നമ്മുടെ മനസ്സിനൊരു സമാധാനം. അതിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തല്ല ജനങ്ങൾ നമ്മളെ കുറിച്ച് നല്ലതും നമ്മൾ വലിയവരാണെന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമാകരുത്. സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രങ്ങൾ വായിച്ചു നോക്ക്. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നമ്മളെ കുറിച്ച് ജനങ്ങൾ നല്ലത് പറയണം. അപ്പോഴാണ് മഹാനാകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരാരും അത് ഇഷ്ടപ്പെടുന്നില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ ദുആ എടുത്തു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത്, പടച്ചവനെ, ഖിയാമത്ത് നാളുവരെ ജനങ്ങൾ എന്നെ കുറിച്ച് പറയണം, അവരുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം തരണം. ഇബ്രാഹിം നബിയുടെ ദുആയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ആരാ മഹാൻ, എപ്പോഴാണ് മഹാനാകുന്നത്? നമ്മൾ മഹത്വമുള്ളവരാകുന്നത് എപ്പോഴാ? ജീവിച്ചിരിക്കുന്ന സമയത്തു മാത്രമല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തു മാത്രമല്ല, നമ്മൾ മരണപ്പെട്ടതിന് ശേഷവും നമ്മളെ കുറിച്ച് നല്ലതു പറയാൻ എന്തെങ്കിലും ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്യാൻ തയ്യാറാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എപ്പോഴാ നമ്മളെക്കുറിച്ച് ജനങ്ങൾ നമ്മളെക്കുറിച്ച് നല്ലതു പറയേണ്ട സമയമേതാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഖാബിലുൽ അർവാഹു മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം, ആ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അസ്റായീലിനെ കാണുന്ന ഒരു രംഗമുണ്ടല്ലോ. ഫകശഫിനാ അൻക ഖിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് ആകാശലോകത്ത് നിന്ന് അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. അവര് നമ്മുടെ റൂഹ് പിടിക്കുമല്ലോ. പടച്ചവനെ, നമ്മുടെ റൂഹ് പിടിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിനകത്തേക്ക് നമ്മുടെ ജനാസ കൊണ്ടുപോയി ഖബറടക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത്. അപ്പോഴാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത്. അതുകൊണ്ട് ബഹുമാനായ ശൈഖുനയുടെ ആ മനോഹരമായ ചരിത്രം കേട്ടുകൊണ്ടിരിക്കുന്നവര് ശൈഖുനായെ കുറിച്ച് പറയുന്ന ഒരു മജ്‌ലിസാണല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. നമ്മളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയുമോ? ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയുമോ? ഈ സദസ്സിലെ ഒരാള് സ്വർഗത്തിലാണ്. ഈ സദസ്സിലെ ഒരാള് സ്വർഗത്തിലാണ്. ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയുമോ? മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയുമോ? നമ്മളിൽ ആരാണ് സ്വർഗത്തിന്റെ അവകാശി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നിങ്ങളൊന്നും ഇരിക്കണില്ലടാ ചങ്ങായിമാരെ.
മിക്കായിയുടെ നിങ്ങളൊന്നും ഇരിക്കണില്ല, ഈ നിൽക്കണ ചങ്ങായിമാരെ കാണുമ്പോൾ എനിക്കൊരു വിഷമം. ഇരിക്കണ ചങ്ങായി പെട്ടെന്ന് കയറിയിരുന്ന ഉസ്താദ് പോകുമ്പോൾ എഴുന്നേറ്റാൽ പോരെ, അതൊക്കെ വഴുതൊക്കെ. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അമ്മീ പറ. ജീവിച്ചിരിക്കുന്ന കാലത്ത് സിറാജൻ വലിയ മഹാന വല്ല കാര്യമുണ്ടോ? നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് വലിയ മഹാനാണെന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു, ആ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് 4 പേര് നല്ലവനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേര് പറയണം? 4 പേര് പറയണം നീ നല്ലവനാണെന്ന്. 4 പേര് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ? നിങ്ങളെന്താ എന്നെ നോക്കിയിരിക്കണം? പറയോ? പറയും അല്ലേ? 4 പേര് പറഞ്ഞാൽ മതിയല്ലോ ഉസ്താദ് അല്ലേ? നമുക്കൊരു ധാരണയുണ്ട്, പടച്ചവനെ 4 പേര് പറഞ്ഞാൽ സ്വർഗം കിട്ടുമല്ലോ. എൻ്റെ പൊന്നാര ചങ്ങാതി, ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. റോഡെ വായി നോക്കി നടക്കുന്ന ഏതെങ്കിലും 4 പേര് വന്നിട്ട് നീ മഹാനാന്ന് പറഞ്ഞാൽ മഹാനാവോ? നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നല്ലവനാകോ? ഇല്ല. പറയേണ്ട 4 പേര് പറയണം. സാക്ഷി നിൽക്കുന്നവൻ അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. ആരെങ്കിലും സാക്ഷി നിന്നാൽ മതിയോ? മോളെ കെട്ടിച്ചപ്പോൾ റോഡെ പോയവനെയാണ് സാക്ഷി നിർത്തിയേ? അല്ല. സാക്ഷി നിൽക്കുന്നവൻ യോഗ്യതയുണ്ടാകണം. അതുകൊണ്ട് ഏതെങ്കിലും 4 പേര് പറഞ്ഞാൽ പോരാ, പറയേണ്ട 4 പേര് പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ആ 4 പേര് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ പൈസ കൊടുത്തിട്ടോ, സ്ഥലം വാങ്ങി കൊടുത്തിട്ടോ, ആഹാരം കൊടുത്തിട്ടോ, വീട് വെച്ച് കൊടുത്തിട്ടോ, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഈ 4 പേര് നിന്നെക്കുറിച്ച് നല്ലത് പറയാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കി വെക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രമിച്ചൂടെ? അപ്പം 4 പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല. എനിക്കുള്ള സമയം 10:45 അല്ലേ ഉസ്താദ്? ഉസ്താദ് ഇങ്ങനെ നടക്കുക. 10:45 എനിക്കുള്ള സമയം. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്തേക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ ആരാണ് നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ടത്? നമ്മൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 നബിതങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ നബിതങ്ങളുടെ വഫാത്ത് കേട്ടവർ മുഴുവനും, ആണും പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് അറിയുമ്പോൾ കേട്ടവർ നിലവിളിക്കുകയാ. എല്ലാവരും വീടിനകത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക്, നബിതങ്ങളുടെ വീട്ടിലേക്ക്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുകയാ. എല്ലാവരും കരയുകയാ. ഒരു നാട് മുഴുവനും കരയുകയാ. ഒരാൾ പോലും സമാധാനിപ്പിക്കാനില്ല. ഒരാൾ കരയുമ്പോൾ കരയല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനും ഒരാളില്ലാതെ മദീന മുഴുവനും കരയുകയാ. ആണും പെണ്ണും കുട്ടികളും പ്രായമുള്ളവരും യുവാക്കളും എല്ലാവരും കരയുന്നു. ഒരാൾ പോലും ഒന്ന് സമാധാനിപ്പിക്കാനില്ല. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു കുടുംബത്തിൽ മരണം സംഭവിച്ചാൽ അവരെ സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഒരാളുണ്ടാകും? ആരുമില്ലാത്ത ഒരു രംഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ആ പ്രവാചക സഹാബത്ത് മുഴുവനും വേദനിക്കുന്ന സമയത്ത് അവരെ സമാധാനിപ്പിക്കേണ്ട ഒരാളാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ തങ്ങൾ മദീനത്ത് പോലും ഇല്ല. നബി തങ്ങൾ വഫാത്താകുമ്പോൾ അബൂബക്കർ തങ്ങൾ മദീനയിലില്ല. പിന്നെ രണ്ടാമത്തെ ആളാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങൾ നബിതങ്ങളുടെ വീടിന്റെ മുമ്പിൽ വാളും പിടിച്ചുകൊണ്ട് നടക്കുകയാ. ആരെങ്കിലും എൻ്റെ നബിതങ്ങൾ വഫാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നുകളയും. പടച്ചവനെ വാള് പിടിച്ചുകൊണ്ട് ഉമർ തങ്ങൾ നബിതങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല തളർന്നു വീണു. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലവിന്റെ നാവ് അനങ്ങണില്ല. സഹാബത്ത് മുഴുവനും കണ്ണുനീരിലും കരച്ചിലുമായിട്ട് ഇങ്ങനെ കഴിയുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ രംഗം, ഒരു നാട് മുഴുവനും വല്ലാത്ത കരച്ചിൽ, എല്ലാവരും വല്ലാത്ത സങ്കടത്തില്.
സമാധാനിപ്പിക്കാൻ പോലും ഒരാളുമില്ലാത്തൊരവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീന മുഴുവനും കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അറിയുമ്പോൾ മദീന മുഴുവനും കരയുകയാണ്. പടച്ചവനെ, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരാൾക്കും അറിയില്ല. പടച്ചവനെ, ജനാസ എവിടെ ഇരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നേതൃത്വം പറയാൻ, നേതൃത്വ സ്ഥാനങ്ങളിൽ വരാൻ ഒരാളുമില്ലാതെ പ്രവാചകന്റെ ജനാസ അവിടെ ഇരുന്നു. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ചയായി 3 ദിവസമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ജനാസ അവിടെ ഇരുന്നതെന്ന് ചരിത്രം പറയുകയാ. എന്തുകൊണ്ടാണ് വെച്ചതെന്നറിയുമോ? ഇസ്ലാമിനൊരു ഭരണാധികാരിയില്ല, ഇസ്ലാമിനൊരു ഭരണാധികാരിയില്ല, ഒരു നേതാവില്ലാത്തത് കാരണം പടച്ചവനെ, പ്രവാചകന്റെ ജനാസ അവിടെ ഇരിക്കുകയാണ്. ഒരു നേതാവ് വന്നാലല്ലേ എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. പടച്ചവനെ, ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ്, ഹൃദയം ലോലമായ സ്വഹാബിയാണ്, വലിയ ധൈര്യമില്ലാത്ത സ്വഹാബിയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹു ഒരു വല്ലാത്ത ധൈര്യം കൊടുത്തു. പടച്ചവനെ, നേരെ നബി തങ്ങളുടെ വീടിനകത്ത് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്തായെന്ന് മനസ്സിലായി. മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കേറിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ചു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞു. സ്വഹാബ എല്ലാവരോടും പ്രഖ്യാപിക്കുകയാണ് അബൂബക്കർ തങ്ങള്. പടച്ചവനെ, അതാ ഇസ്ലാമിനൊരു പുതിയ നേതാവ് കടന്നു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി നബി തങ്ങളുടെ ഖബറടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പടച്ചവനെ, അങ്ങനെ എവിടെയാണ് ഖബറടക്കേണ്ടത്, ആരാണ് കുളിപ്പിക്കേണ്ടത്, എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരേണ്ടത്, പടച്ചവനെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തീരുമാനിച്ചു. ബുധനാഴ്ച വൈകുന്നേരത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ ആ പരിശുദ്ധമായ മദീനത്തെ റൗളാ ശരീഫിനകത്ത് ഖബറടക്കുകയാണ്. പടച്ചവനെ, ഇസ്ലാമിന്റെ ഖലീഫയായി, ഒന്നാമത്തെ ഖലീഫയായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭരണമേൽക്കുകയാണ്. പടച്ചവനെ, ഭരണം നടത്തുകയാണ്. ഒരാൾക്കും എതിർപ്പില്ല. അബൂബക്കർ തങ്ങൾ ഭരണാധികാരിയായി 2 വർഷവും 3 മാസവും 2 വർഷവും 3 മാസവും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭരണാധികാരിയായിരുന്നു. അവസാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. തന്റെ മരണമടുത്തെന്ന് അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി. മനസ്സിലൊരു ടെൻഷനുണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? അല്ലാ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു നേതാവില്ലല്ലോ. പടച്ചവനെ, നബി തങ്ങളുടെ ജനാസ അവിടെ വെക്കാനുള്ള കാരണം ഒരു നേതാവില്ലാത്തത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് പടച്ചവനെ, എനിക്ക് ആ അവസ്ഥ വരരുത്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കണം. അങ്ങനെ അബൂബക്കർ തങ്ങളുടെ നേതാവിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആരുടെ പേരാണ് ഓർമ്മ വരുന്നത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേരാണ് ഓർമ്മ വന്നത്. ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായി ഉമറിനെ തെരഞ്ഞെടുക്കാം. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ തീരുമാനിച്ചു. പക്ഷേ മനസ്സിലൊരു ടെൻഷനുണ്ട്. അല്ലാ, ഉമറിനെ കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും അറിയില്ലല്ലോ. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. എപ്പോഴും ഞാൻ കാണാറുണ്ട്. നബി തങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്, നിസ്കരിക്കാൻ വരാറുണ്ട്. എല്ലാ നല്ല കാര്യത്തിനും ഉമർ മുമ്പിലുണ്ട്. എനിക്ക് പരസ്യമായി ഉമർ നല്ലവനാണെന്നറിയാ. എന്നാ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ലല്ലോ. അല്ലാ,
പരസ്യമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും അല്ലാഹനെ പേടിക്കുന്നവനല്ലേ അധികാരം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കണം തമ്പുരാനെ. ഉമർ ആരാണെന്നറിയണം തമ്പുരാനെ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയുമോ? ഉമറിന്റെ സ്വഭാവം പഠിക്കാൻ തീരുമാനിച്ചു. യഥാ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാ. ഉസ്മാൻ തങ്ങളെ വിളിച്ചു. ഉസ്മാൻ തങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ, ഉമറിനെ ഞാൻ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഉമറിനെ ഞാൻ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. എന്റെ മരണം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അധികാരം ഉമറിന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാ. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. രഹസ്യമായ ജീവിതത്തിൽ ഉമറിനെ കുറിച്ച് എനിക്കറിയില്ല. നിനക്കറിയാം ഉസ്മാൻ, നിനക്കറിയാം ഉസ്മാൻ. ഉമറിന്റെ സ്വഭാവം നിനക്കറിയാം. കാരണം നീ ഉമറിന്റെ കൂട്ടുകാരനാണ്. ഉമർ തങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവാണ്. അതുകൊണ്ട് അബൂബക്കർ തങ്ങളെ ചോദിക്കുകയാ, അബൂബക്കർ തങ്ങളെ ചോദിക്കുകയാ, അവിടെന്ന് പറയുകയാ, അഖ്ബിർനീ അൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ആരാണെന്ന് പറഞ്ഞു തരുമോ? ഉമറിന്റെ സ്വഭാവം ഒന്ന് പറഞ്ഞു തരുമോ? ഉമർ നല്ലവനാണോ മോശക്കാരനാണോ? രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? കൂട്ടുകാരനായ ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, വല്ലാഹി അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. എന്റെ കൂട്ടുകാരൻ നല്ലവനാ, എന്റെ കൂട്ടുകാരൻ നല്ലവനാ. അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ. ഞാനാണ് സാക്ഷി പറയുന്നത്, ഞാനാണ് സാക്ഷി പറയുന്നത്. ഉമർ അല്ലാഹുവിനെ പേടിയുള്ളവനാണ്. ധൈര്യമായിട്ട് അധികാരം കൊടുത്തോ. അതുകൊണ്ട് ഈ കേൾക്കാമെന്നവരോട് പറയുകയാ, നാട്ടുകാരല്ല നീ നല്ലവനെന്ന് പറയേണ്ടത്, നിന്റെ കുടുംബക്കാരനല്ല. നീ നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ ആള് നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, നിന്റെ ചങ്കെന്ന് പറയുന്ന നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ. ആ ആത്മാർത്ഥ സുഹൃത്ത് പറയണം നീ നല്ലവനാണെന്ന്. നീ നല്ലവനാണെന്ന് നാട്ടുകാരല്ല പറയേണ്ടത്, നിന്റെ കൂടെ നടക്കുന്ന നിന്റെ കൂട്ടുകാരൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകാരൻ പറയണം ഞാൻ നല്ലവനാണെന്ന്. പറയുമോ സഹോദരാ? നിങ്ങളുടെ കൂട്ടുകാരൻ പറയുമോ? ഒരിക്കലും പറയാറില്ല. നമ്മുടെ കൂട്ടുകാരൻ നമ്മൾ നല്ലവനാണെന്ന് പറയാറില്ല. നീ അവനുമായിട്ടൊന്ന് പിണങ്ങി നോക്ക്, നീ അവനുമായിട്ടൊന്ന് വഴക്ക് കൂടി നോക്ക്. പടച്ചവനെ, നട റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ചരിത്രം മുഴുവനും നിന്റെ കൂട്ടുകാരൻ വിളിച്ചു പറയും. കാരണം അവനറിയാം നിന്റെ സ്വഭാവം മുഴുവനും, നിന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ കൂട്ടുകാരൻ അറിയാ. എന്നാ വാഴ്ച കേൾക്കാമെന്നവരെ, ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടോ സഹോദരാ? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, നിന്നോട് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, നിനക്ക് നല്ലത് പറഞ്ഞു തരുന്ന, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ കൂട്ടുകാരൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്? പടച്ചവനെ, പള്ളിയിൽ കാണാത്തതെന്തേ എന്ന്? ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും പാരായണം ചെയ്തോ എന്ന് നിന്റെ കൂട്ടുകാരൻ
കൂട്ടുകാരൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സഹോദരാ, കൂട്ടുകാരൻ പറയണം നല്ലവനാണെന്ന്. ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത പ്രതിഫലമാണ്. നല്ല കൂട്ടുകാര് വേണം സഹോദരാ. വാപ്പാ, നല്ല കൂട്ടുകാര് വേണം വാപ്പാ. പെങ്ങള്, നല്ല കൂട്ടുകാരികളെ തെരഞ്ഞെടുക്കണേ. ഞാനൊരു കൂട്ടുകാരനെ പറഞ്ഞു തരാം. രണ്ട് കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് എന്ന് പറയുന്ന സ്വഹാബി ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രി ഇറങ്ങി നടക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങള് രാത്രിയിൽ ഇറങ്ങി നടക്കുകയാണ്. എന്നിട്ട് തന്റെ കൂട്ടുകാരനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. രണ്ടുപേരും വല്ലാത്ത സുഹൃത്തുക്കളാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ വിളിക്കുന്നു, സഅദ്, ഇറങ്ങി വാ സഅദ്, ഇറങ്ങി വാ സഅദ്. ഗാനമേള കേൾക്കാനല്ല, പൂരപ്പറമ്പിൽ പോകാനല്ല, എവിടെയെങ്കിലും പോയിരുന്ന് കഥ പറയാനല്ല. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഉളുവെടുത്തു. എന്നിട്ട് ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് ചെന്നു. രണ്ടുപേരും നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ പറഞ്ഞു, സഅദ്, നാളെ നമ്മൾ രണ്ടുപേരും ഉഹദിന്റെ രണാങ്കണത്തിൽ പോവുകയാ. ഇനി കാണുമോ എന്നറിയില്ല, ഇനി കാണുമോ എന്നറിയില്ല. അതുകൊണ്ട് സഅദ്, നിനക്ക് എന്താണോ വേണ്ടത് നീ അല്ലാഹുവോട് ഇവിടെ ഇരുന്ന് ദുആ ചെയ്യ്. ഞാൻ ആമീൻ പറയാ. എനിക്ക് വേണ്ടത് ഞാൻ ദുആ ചെയ്യാ, നീ ആമീൻ പറയണേ. രണ്ടുപേരും തീരുമാനിച്ചു. സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു, നീ ദുആ ചെയ്യാ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ചെല്ലുമ്പോ ഒരു യോദ്ധാവിന് എനിക്ക് എതിരാളിയായി തരണേ അല്ലാ. എനിക്കവനെ വധിക്കണം തമ്പുരാന്, എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്, എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. എന്നിട്ട് എനിക്ക് ജീവനോടെ മടങ്ങണമല്ലാ. തന്റെ ആഗ്രഹം ദുആ ചെയ്യുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ ആമീൻ പറഞ്ഞു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് ചോദിച്ചു, മതിയായോ? ദുആ ചെയ്ത് കഴിഞ്ഞോ? എങ്കിലും ഞാൻ ദുആ ചെയ്യാം, എങ്കിലും ഞാൻ ദുആ ചെയ്യാം. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട് പറഞ്ഞു ആമീൻ പറയാൻ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ രണ്ട് കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ ചെല്ലുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള യോദ്ധാവായ കരുണയില്ലാത്ത ഒരു എതിരാളിയെ എനിക്ക് തരണേ അല്ലാഹ്. അവൻ എന്നെക്കാളും ആരോഗ്യവാനായിരിക്കണം, അവൻ യോദ്ധാവായിരിക്കണം, അവന് കരുണയില്ലാത്തവനായിരിക്കണം. അവൻ എന്റെ കൈ രണ്ടും വെട്ടിമുറിക്കണേ പടച്ചവന്, എന്റെ കാല് മുറിക്കണേ പടച്ചവന്, എന്റെ ചെവി മുറിക്കണേ പടച്ചവന്, എന്റെ മൂക്ക് മുറിച്ചെടുക്കണേ തമ്പുരാന്, എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് രണാങ്കണത്തിൽ കെട്ടി തൂക്കണേ അല്ലാഹ്. എന്നെ തുണ്ടം തുണ്ടമായി ആ ഉഹദിന്റെ രണാങ്കണത്തിലിട്ട് വെട്ടി നുറുക്കണേ അല്ലാഹ്. എനിക്ക് അവിടെ കിടന്ന് ഷഹീദാകാൻ ഭാഗ്യമ തരണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസിന്റെ കണ്ണ് നിറയുകയാ. രണ്ടുപേരും സലാം പറഞ്ഞു പിരിഞ്ഞു. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ദുആ ചെയ്തതുപോലെ ഒരു നേതാവിനെയാണ് കൊല്ലാൻ കഴിഞ്ഞത്, ഏറ്റവും വലിയ ശത്രുവിനെയാണ് പരാജയപ്പെടുത്തിയത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു എന്റെ ദുആ സ്വീകരിച്ചല്ലോ. പിന്നെ
ചിന്തിക്കുന്നത് കൂട്ടുകാരനെ കുറിച്ചാണ്. തന്റെ കൂട്ടുകാരന്റെ കാര്യം അറിയണമല്ലോ. ഓടുകയാ, ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടുകയാ. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. കൈ രണ്ടും മുറിച്ചു മാറ്റിയിട്ടുണ്ട്, കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, മൂക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ചെവിയാണെങ്കിൽ ഇങ്ങനെ നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിരിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ആ സമയത്ത് സഅദ് ബിൻ അബീ വഖാസ് തങ്ങളോട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു, സഅദ്, എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. സഅദ്, അല്ലാഹുടെ മുമ്പിൽ ചെല്ലുമ്പോ എനിക്ക് പറയാം, എന്റെ കൈ കൊടുത്തെന്ന്, എന്റെ കാല് കൊടുത്തെന്ന്, എന്റെ ചെവി കൊടുത്തെന്ന്, എന്റെ മൂക്ക് കൊടുത്തെന്ന്, എന്റെ ജീവിതം കൊടുത്തെന്ന് എനിക്ക് അല്ലാഹുവോട് പറയാ. സഅദ്, നീയാണടാ സാക്ഷി. സഅദ്, നീയാണടാ സാക്ഷി. നാളെ അല്ലാഹുടെ മുമ്പിൽ എനിക്ക് വേണ്ടി നീ സാക്ഷി പറയടേ. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് തങ്ങളോട് പറയുകയാണ്, നീ നാളെ അല്ലാഹുവോട് എനിക്ക് വേണ്ടി സാക്ഷി പറയണം, എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരണം. ഇത് തന്നെയാ അല്ലാഹും പറഞ്ഞത്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് നീ നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ ആള് നാട്ടുകാരനല്ല സഹോദരാ, നീ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിന്റെ കൂടെ കൊണ്ട് നടക്കുന്നവന്, നമ്മുടെ ചങ്ങാതി എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നടക്കുന്നവൻ, നീ മരിച്ചതിന് ശേഷം പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ ഒരു നല്ല ചങ്ങാതി ആർക്കാ ഉള്ളേ? നമ്മുടെ കൂടെ നടക്കുന്നവൻ, അവൻ ചങ്കാന്നാ പറയുന്നേ. ഉസ്താദ്, ഇവൻ എന്റെ ചങ്കാന്നാ പറയുന്നേ. നീ ആ ചങ്കുവായിട്ടൊന്ന് പിണങ്ങിക്കേ, ആ ചങ്കുവായിട്ട് നീ ഒന്ന് വഴക്ക് കൂടിക്കേ. ഈ നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ചരിത്രം വിളിച്ചു പറയും. പിന്നെ തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കണം നീ, അതാ നിന്റെ ചങ്ക്. ഇവിടെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം. കൂട്ടുകാരൻ, നിങ്ങൾ ചിന്തിക്ക്, നിന്നെ വീടി വലിക്കാൻ പഠിപ്പിച്ചതാരാ? കുറ്റി വീടി വലി, ഉമ്മാടെ വയറ്റിൽ നിന്നപ്പോൾ വീടിയും വലിച്ചിട്ടല്ലോ വന്നേ. ആരാ പഠിപ്പിച്ചേ? കൂട്ടുകാരൻ. നമ്മളെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചതാരാ? നമ്മുടെ കൂട്ടുകാരൻ. അവനാണ് നമ്മളെ പിഴപ്പിച്ചവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല കൂട്ടുകാരെ വേണം തിരഞ്ഞെടുക്കാൻ. മോശമായ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ പാടില്ല. നല്ല കൂട്ടുകാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം. നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടാകണം. ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത പ്രതിഫലമുണ്ട്, വല്ലാത്ത സ്ഥാനമുണ്ട്. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നബി തങ്ങൾ പറയുകയാ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു സിംഹാസനം കൊണ്ടുവെക്കും. ഒരു സിംഹാസനം കൊണ്ടുവെക്കും. നബിതങ്ങൾ ആ സിംഹാസനത്തെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയാ. നബിതങ്ങൾ പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സിംഹാസനത്തിന്റെ മഹത്വം പറയുമ്പോ നബിതങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ, ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ സഹാബാ? നബിതങ്ങളോട് സഹാബത്ത് നബിതങ്ങളോട് പറയുകയാണ്, അത് പ്രവാചകന്മാർക്കുള്ളതായിരിക്കും നബിയേ, അത് പ്രവാചകന്മാർക്കുള്ളതായിരിക്കും ആ സിംഹാസനം. നബിതങ്ങൾ പറഞ്ഞു, അല്ല. സുഹദാക്കൾക്കുള്ളതാണോ നബിയേ? നബിതങ്ങൾ പറഞ്ഞു, അല്ല. പിന്നെ ആർക്കാ നബിയേ? പ്രവാചകന്മാർക്കുള്ളതല്ല ആ സിംഹാസനം, സുഹദാക്കൾക്കുള്ളതല്ല ആ സിംഹാസനം. പിന്നെ ആർക്കുള്ളതാണ്? നബിതങ്ങൾ പറഞ്ഞു, സഹാബാ, പ്രവാചകന്മാര് പോലും കൊതിക്കും സഹാബാ. പ്രവാചകന്മാര് പോലും കൊതിക്കുകയാണ്, സുഹദാക്കൾ പോലും കൊതിക്കുകയാണ് ആ സിംഹാസനം ഒന്ന് കിട്ടാറ്. നബിതങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, പിന്നെ ആർക്കുള്ളതാ നബിയേ? പിന്നെ ആർക്കുള്ളതാ നബിയേ? നബിതങ്ങൾ പറയുകയാ, ഉമ്മ ഖൗമുന തുഹാബു ബിറൂഹില്ലാഹ്, അല്ലാഹു
അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്കുള്ളതാ. അള്ളാഹിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ളതാണ് ആ സിംഹാസനമെന്ന് നബി തങ്ങളെ പഠിപ്പിക്കുമ്പോ വാപ്പാ നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുക്കണോ. ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ ഓർമ്മപ്പെടുത്തുന്ന, ഖുർആൻ ഓതാൻ ഓർമ്മപ്പെടുത്തുന്ന, സദഖ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്ന, തെറ്റ് കണ്ടാ തിരുത്തി തരുന്ന നല്ല ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കണേ. എങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മോശക്കാരെ തെരഞ്ഞെടുക്കരുത്, പാപം ചെയ്യുന്നവനെ തെരഞ്ഞെടുക്കരുത്, അല്ലാഹുവിനെ മറന്ന് നടക്കുന്നവനെ കൂട്ടുകാരനാക്കരുത്. പടച്ചവനെ നല്ലവനെ വേണം കൂട്ടുകാരനാക്കാൻ. അങ്ങനെ നല്ലവനെ കൂട്ടുകാരനാക്കിയ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടികയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. എല്ലാവരും നഗ്നരാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അന്ന് തലയുടെ ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഇന്ന് 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യനെങ്കിലോ അന്ന് നിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. അല്ലാ, ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്തല്ലാതെ ഒരു തണലുമില്ലാത്ത ദിവസമുണ്ടല്ലോ. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി. നബി തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ സിംഹാസനത്തിൽ താഴെ ഒരു സ്റ്റേജ് ഉണ്ട് സഹോദരാ. അല്ലാഹുവിന്റെ കോടതിയില് ഇതുപോലെ ഒരു സ്റ്റേജ് കാണും സഹോദരാ. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ പടച്ചവനെ 7 വിഭാഗം ആൾക്കാരാണെന്ന് അവിടെ കയറുന്നത്. അല്ലാഹു അർശിന്റെ തണല് കൊടുക്കുന്നത് 7 വിഭാഗത്തിനാണ്. ആ 7 വിഭാഗത്തിൽ ഒരാൾ ആരെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി, പടച്ചവന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാ. അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച ചെറുപ്പക്കാരാ, നാളെ അല്ലാഹു നിനക്ക് അർശിന്റെ താഴെ ഒരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പാപം ചെയ്യുന്ന കൂട്ടുകാരുമായി നടക്കുന്നവരുണ്ടല്ലോ, വൃത്തികെട്ട ഫ്രണ്ട്സുകളുമായി നടക്കുന്നവരുണ്ടല്ലോ, നിസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനും ഖുർആൻ ഓതുന്നവനും കൂട്ടുകാർക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യുമല്ലോ, എന്ത് വൃത്തികേടുകളും ചെയ്യും. ചോദിച്ചാ പറയും അവൻ എന്റെ ഫ്രണ്ടാണ് ഉസ്താദ്, അവൻ എന്റെ കൂട്ടുകാരനാണ്. നീ എന്തിനാടാ കൂടെ പോയത്? നീ എന്തിനാ അവനോടൊപ്പം പോയത്? അവൻ എന്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്നവര് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മോശക്കാരന്റെ കൂടെ നടന്ന, അല്ലാഹുവിനെ പേടിയില്ലാത്തവന്റെ കൂടെ നടന്ന നാളെ പരലോകത്ത് വെച്ചൊരു രംഗം കാണാ. യാ വൈലതാ ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ കൂട്ടുകാരനെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ നാശമേ, എന്റെ നാശമേ, എടാ നിന്റെ കൂടെ കൂടാതിരുന്നാ മതിയായിരുന്നു, നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞിട്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കിടന്നിട്ട് പരസ്പരം ശപിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്ന, തെറ്റ് കണ്ടാ തിരുത്തി തരുന്ന ഒരു നല്ല കൂട്ടുകാരനെ നീ തയ്യാറാക്കിക്കോ, ഒരു നല്ല കൂട്ടുകാരനെ നീ തയ്യാറാക്കിക്കോ. അവൻ നാളെ അല്ലാഹുവിനോട് പറയണം, പടച്ച റബ്ബേ ഇവൻ എന്റെ കൂട്ടുകാരനാണല്ലോ, നല്ലവനാണല്ലോ, സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് കൂട്ടുകാരൻ സാക്ഷി പറയണം സഹോദരാ. അതുകൊണ്ട് മന്നസിന അലൈഹി അർബഅത്തു ഖൈറാ വജബതു ലഹുൽ ജന്നാ. നമ്മളെ കുറിച്ച് നല്ലത് പറയണ്ട, ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരനാ.
നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, നല്ലവനാണെന്തോ പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരൻ തന്നെയാ. അള്ളാഹു നമുക്കൊരു നല്ല കൂട്ടുകാരനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ലൊരു കൂട്ടുകാരനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. ഉണ്ടോ ഉണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിന്റെ ചങ്ങാതി, എടാ നീ സുബഹി നിസ്കരിച്ചോന്ന്, നീ തഹജ്ജുദ് നിസ്കരിച്ചോ, ഇന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും ഓതിയോ, നീ ചോദിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? അങ്ങനെ ചോദിക്കുന്ന ഒരു കൂട്ടുകാരൻ. നീ ഒരു തെറ്റ് ചെയ്തു, എടാ ഇത് പാപമാ, ചെയ്യാൻ പാടില്ല എന്നാ തെറ്റ് നിനക്ക് തിരുത്തി തരുന്ന ഒരു നല്ല കൂട്ടുകാരൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം. പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ ആണിന് പെണ്ണിനാണ്, അതാ ആർക്കും ആണുങ്ങൾക്ക് പെണ്ണ് മതി, ആണുങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്, പെണ്ണുങ്ങൾക്ക് ബോയ് ഫ്രണ്ട്. ഒന്ന് ആലോചിക്കേ, ഇരിക്കണ വാപ്പമാർക്കൊക്കെ കൂട്ടുകാരില്ലേ? ഇപ്പൊ പ്രായം ചെന്നവർക്കൊക്കെ കൂട്ടുകാരില്ലേ? ആരാ കൂട്ടുകാര്? പണ്ട് 1990 നിന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ആമിന, അന്ന് പഠിച്ചപ്പോ കൂട്ടുകാരല്ല, ഇന്ന് കൂട്ടുകാരാ. പണ്ട് സ്കൂളിൽ പഠിച്ചവരൊക്കെ ഇപ്പൊ ഗ്രൂപ്പുകളാണല്ലോ, എന്തിനും ഗ്രൂപ്പ്, എല്ലാത്തിനും ഗ്രൂപ്പ്. പണ്ട് 1990 നിന്റെ കൂടെ പഠിച്ചപ്പോൾ ആമിനായെ നിനക്ക് സംസാരിക്കണ്ടായിരുന്നു, ആമിനയുടെ വിശേഷങ്ങൾ അറിയണ്ടായിരുന്നു. ഇന്ന് മുടിയൊക്കെ നരച്ച് വയസ്സാം കാലത്ത് പള്ളിക്കുടിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന കാലത്ത് പാപ്പ ഈ പാപ്പിന് ആമിനയുടെ വിശേഷം ചോദിക്കുക. അങ്ങനായി മാറി. അങ്ങനല്ല സഹോദര. ആണുങ്ങളെ തന്നെ കൂട്ടുകാരാക്ക്. എന്താ പെണ്ണുങ്ങൾ മാത്രമേ പറ്റുള്ളൂ? എത്രയോ ആണുങ്ങളുണ്ട്, എത്രയോ നല്ല പേരുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരനാ. അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരിൽ പെടുത്തുമാറാകട്ടെ. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലത് പറയോ? അതിന് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ? അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണോ? മോനെ മതിയടാ, നീ ഇരുന്ന് വയല് കേക്ക്. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ കൂട്ടുകാരാക്കട്ടെ. നിങ്ങളൊന്നും ഇരിക്കണില്ലേ? എടാ പോയി ഇരിയടാ ചങ്ങായിമാരെ. നിങ്ങൾ എന്തിനാ നിൽക്കണേ? എല്ലാം പോ. നീ ലാസ്റ്റ് മതി, പോടാ ചങ്ങായിമാരെ. അൽഹംദുലില്ലാഹ്. വികായയുടെ ചെറുപ്പക്കാർ ഉസ്താദ് പറഞ്ഞു, ഇവരാണ് ഈ പരിപാടിയുടെ വിജയത്തിന്റെ ശില്പികൾ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. നല്ല മക്കൾ ഇതാണ്ടോ, ഇവന്മാരാണ് കൂട്ടുകാര്. കൂട്ടുകാരാ. അൽഹംദുലില്ലാഹ്. നന്മയുടെ കൂട്ടുകാർ അള്ളാഹു സ്വർഗത്തിലും കൂട്ടുകാരാക്കി കൊടുക്കുമാറാകട്ടെ. സുഖമാണോ? ഞാൻ സുഖമാണോ എന്ന് ചോദിച്ചപ്പോ പലരും വാതുറന്നിട്ട് പല്ലുവേദനയാണെന്നാ കാണിച്ചേ. ഞാൻ നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിച്ചപ്പോ ആന്നാ പറഞ്ഞേ. ചിലര് ചിരിച്ചു, ചിലര് തലകുലുക്കി, ചിലര് മിണ്ടാതെ ഇരുന്നു. എടോ, ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ച വാ തുറന്നാണോ കാണിക്കണ്ടേ? അല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? നബി തങ്ങൾ ചോദിച്ചു, സഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ സ്വഹാബി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈർ. എന്താ പറഞ്ഞേ? നബി എനിക്ക് സുഖമാണ് നബി, അൽഹംദുലില്ലാഹ്. ആ ഒരു മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പള്ളിയിലേക്ക് കയറി വന്നു. ആ സഹാബിയോടും അതേ ചോദ്യം തന്നെ ചോദിച്ചു, ചങ്ങാതി നിനക്ക് സുഖമാണോ? ആ ചങ്ങാതി നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ പറഞ്ഞു. ആ ചങ്ങാതി എന്ത് പറഞ്ഞു? ആന്നല്ല പറഞ്ഞിട്ടുണ്ടാവുക. ആ ചങ്ങാതി എന്താ പറഞ്ഞേ? സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ, ഇത്ര തന്നെ. അപ്പൊ നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. ഈ രണ്ടുപേര് മുൻകറും നക്കീറ് നിൽക്കണ പോലെ നിൽക്കുന്നല്ലോ. ഡൈരിയുടെ അവിടെ ഇരുന്നു. ഇവിടെ 3 മലക്കുണ്ടോ? വെള്ളം കുടിക്കാൻ
രണ്ട് മലക്കുകളല്ലേ ഉള്ളൂ? മൂന്നുണ്ടോ? ഉണ്ടോ? രണ്ട് മലക്കുകൾ തോളിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് നന്മ പറഞ്ഞു തരുന്ന ഒരു നല്ല മലക്കും ഉണ്ട്, ഒരു നല്ല ഒരു ശൈത്താനും ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, നബി തങ്ങൾ ആ സഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? സുഖമാണ് നബിയെ. ഖൈറാണ് റബിയെ. അപ്പൊ നബി തങ്ങൾ ചിരിച്ചൊന്നും മിണ്ടിയില്ല. അപ്പൊ ഈ ചങ്ങാതി ചോദിച്ചു, എനിക്ക് ദുആയില്ലേ എന്ന്. ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്ക് ദുആയില്ലേ എന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ ഒരു മറുപടി, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? സുഖമാണോ? ഇതെന്തേ ആദ്യം പറയാഞ്ഞേ? ഇതെന്തേ നമ്മൾ ആദ്യം പറയാഞ്ഞേ? അത് അറബികൾക്കുള്ളതാ അല്ലേ? അറബികൾ എന്ത് ചോദിച്ചാൽ എന്താ പറയാ? ഉസ്താദന്മാരോട് ചോദിച്ചാൽ എന്താ പറയാ? നമ്മളോട് ചോദിക്കുമ്പോഴോ അപ്പൊ അൽഹംദുലില്ലാ ഒരു അറിവ് പഠിച്ചു. ഇനി എന്ത് ചോദിച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുഖമാണോ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടമൊക്കെ ഉണ്ടാ? പൈസ ഉണ്ടാ? മക്കളൊക്കെ റാഹത്താണോ? ഇനി എന്താ വേണ്ടേ? ഈ അൽഹംദുലില്ലാ മതി രക്ഷപ്പെടാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ കൂട്ടുകാരായോ? നമ്മൾ കൂട്ടുകാരായോ? ഒരു അൽഹംദുലില്ലയുടെ ബന്ധമില്ലേ നമുക്ക്? ഒരറിവ് പഠിച്ചില്ലേ? ഇത് മരിക്കണ കാലം വരെ നിലനിർത്ത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ നമ്മൾ മരിച്ചാൽ നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ ചങ്ക് തന്നെയാ, നമ്മുടെ ചങ്ങാതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, ബോറടിക്കണുണ്ടാ? 10:15 ബോറടിക്കണുണ്ടാ? ഇല്ല. രണ്ട്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ, മരിക്കാൻ കിടക്കുകയാ. മഹാനവറുകളുടെ മരണം അടുത്തു എന്ന് മനസ്സിലായി. ഉസ്താദിന് തന്നെ മനസ്സിലായില്ലേ? എടോ, ഒരാൾക്ക് മരിക്കുന്നതിന് മുമ്പേ മരണം അടുത്താൽ മനസ്സിലാകും. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. മനസ്സിലാവൂലേ? മനസ്സിലാകാഞ്ഞിട്ട് ഉസ്താദ് ഖബർ ഒഴിച്ചിട്ട് ഇതാ നിൽക്കേണ്ട ഖാദിമ് ഉസ്താദ് ഇങ്ങനെ കറങ്ങി നടക്കുക. ആ ഉസ്താദിനോട് ഖബറിനെ കുറിച്ചും ഈ ഖബർ വലുതായിട്ട് കുഴിക്കാൻ പറഞ്ഞതിൻ്റെ ചരിത്രം പോയി ചോദിക്കേ. ഇവിടെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾക്ക് മരണമെത്തുമ്പോൾ മനസ്സിലാകും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മനസ്സിലാവൂലേ? മനസ്സിലാവൂലേ? അതിന് മഹാനാകണോ? നിങ്ങളുടെ മരണം അടുത്തോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ മക്കളെ, നിങ്ങളും ഉണ്ടാതിരിടാ. എല്ലാത്തിനും അമ്മമാർ നമ്മുടെ കൂടെ ഉണ്ട്. എടോ, നിങ്ങളുടെ മരണം അടുത്തോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അടയാളം പറഞ്ഞു തരട്ടെ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? വേണോ വേണ്ടേ? എന്നാ നേരെ ഇരിക്ക്. നേരെ ഇരുന്നേ. നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. നാളെ ഈ സമയത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. നമ്മുടെ ധാരണ എന്താ? നമ്മളിപ്പോഴെങ്കിലും മരിക്കൂല എന്നല്ലേ? എടോ, മരണം അടുത്തതിൻ്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ താടിയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നീ കഫൻ തുണി വാങ്ങിച്ച് റെഡിയായിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്ത് നരച്ചിട്ടുണ്ടെങ്കിൽ? എന്ത് നരച്ചിട്ടുണ്ടെങ്കിൽ? ഈ തലയിലെയോ താടിയിലെയോ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ എന്ത് വാങ്ങിച്ചോണം? വെള്ള തുണി വാങ്ങിച്ചോണം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങളെന്താ പേടിച്ചു പോയാ? ഞാൻ വെറുതെ പറഞ്ഞല്ല. മദീനത്ത് ചെല്ലുമ്പോൾ നബിതങ്ങളുടെ റൗള ഷരീഫിന്റെ അകത്ത് കിടക്കുന്ന സ്വഹാബി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ആ ഉമർ തങ്ങളുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഖലീഫയായപ്പോ ഒരാളെ ശമ്പളം കൊടുത്ത് ജോലിക്ക് നിർത്തി. എന്താ ജോലി? ഉമറെ, നീ മരിക്കും കേട്ടോ, ഇങ്ങനെ പറയാൻ. ഉമർ തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ, ഉമർ തങ്ങൾ ചിരിക്കുമ്പോ, എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഈ സഹാബി വന്നിട്ട് പറയും, ഉമർ തങ്ങളെ മരിക്കും കേട്ടോ, മരിക്കും കേട്ടോ എന്ന് പറയാൻ ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തി. ഒരു ദിവസം ഓനെ പിരിച്ചുവിട്ടു. ആ ചങ്ങാതി ഒരു ദിവസം ഉമർ തങ്ങൾ പിരിച്ചുവിട്ടു. ഈ ചങ്ങാതി ചോദിച്ചു, എന്നെ എന്തിനാ പിരിച്ചുവിട്ടെ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അപ്പോഴാണ് ഉമർ തങ്ങൾ ചോദിച്ചത്, നിന്റെ ജോലി എന്തായിരുന്നു? മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, അടയാളം വന്നു.
ഇനി ഉമർ മരിക്കുമെന്ന് പറയാൻ ആള് വേണോ? വേണ്ട. അടയാളം വന്നു. എന്താ തങ്ങളെ? എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു, എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു. ഇനി ഞാൻ മരിക്കുമെന്ന് ഈ രോമം എന്നെ ഓർമ്മപ്പെടുത്തും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പ, നിന്റെ തലയിൽ ഇനി നരയ്ക്കാൻ വല്ലതും ഉണ്ടോ? മൊത്തം നരച്ചു. നമ്മുടെ തലയിലെയും താടിയിലെ രോമം മുഴുവൻ നരച്ചു. താടി നരച്ചിട്ട് പ്രായമായി എന്ന് നാട്ടുകാർ പറയാതിരിക്കാൻ വടിച്ചു കളഞ്ഞിട്ട് കിടക്കാം. നമ്മള് പെയിന്റ് അടിക്കണില്ലേ, മൈലാഞ്ചി ഇടുന്നില്ലേ, ഒരെണ്ണം വന്നാ പിടിതു കളയാ. അടയാളം തന്നെയാ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ ചെറുപ്പക്കാരൻ തൻ്റെ കൂട്ടുകാരനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അളിയ, എൻ്റെ രോമം ഒന്നും നരച്ചിട്ടില്ല. നീ എടാ, നരയ്ക്കണോന്ന് നിർബന്ധമൊന്നുമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നരയ്ക്കണോന്ന് വല്ല നിർബന്ധമുണ്ടോ? അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, മരണമെടുത്തെന്ന് മനസ്സിലാകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണമെടുത്തിരിക്കുന്നു ഫാത്തിമ. ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, യാത്ര പറയുകയാണ്, പൊരുത്തം ചോദിക്കുകയാണ്, രണ്ടുപേരും സംസാരിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ ഒന്നും മിണ്ടുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, സലാം പറയുകയാണ്. ഫാത്തിമയോട് സലാം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമയോട് പറയുകയാ, എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ? ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നി അറാ ഖലഖ ലൈസു ബി ഉനാസിൻ വലാ ജാൻ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. ഫാത്തിമ, എന്നെ കാണാൻ അതിഥികൾ വരുന്നു, അതുകൊണ്ട് റൂമിന് പുറത്തിറങ്ങു ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ മനസ്സില്ലാ മനസ്സോടെ കരഞ്ഞുകൊണ്ട് റൂമിന്റെ പുറത്തിറങ്ങുകയാണ്. വാതിലടയ്ക്കുകയാണ്. മനസ്സിന് സമാധാനമില്ല. ആരാ വരുന്നത്? തന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുവിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ എന്താ പറയുന്നതെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായീലിനോട് സലാം പറയുകയാണ്. വാസ്റായീല് സലാം പറഞ്ഞ് സ്വീകരിക്കുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന് സ്വാഗതം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയുടെ കണ്ണ് തള്ളുകയാണ്. പടച്ചവരെ, എന്റെ ഭർത്താവ് അസ്റായീലിനോട് സലാം പറയുകയാ. രണ്ടാമതും നോക്കുകയാണ് തന്റെ ഭർത്താവ് എന്തേ ചെയ്യുന്നതെന്ന്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാ.
അസ്റായിൽ റൂഹ് പിടിക്കാൻ വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? ഏതായത്താ ഓതിയതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാ. തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഫാത്തിമ നോക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖത്തേക്ക് തുണിയെടുത്തിട്ടോ സഹാദത്ത് കലിമ പറയുകയാ. ഫാത്തിമ നോക്കുമ്പോ അനക്കമില്ല. തന്റെ ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കം കേൾക്കുന്നില്ല. വാതില് തുറന്നിട്ട് ഓടുകയാണ്. വാതില് തുറന്നിട്ട് ഓടുകയാണ്. ഫാത്തിമ ഓടിച്ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പടച്ചവരെ, നാട് മുഴുവനും അറിയുകയാണ്. ജനങ്ങൾ മുഴുവനും ഓടി വരികയാണ്. ജനാസ കുളിപ്പിക്കുകയാണ്. ജനാസ പൊതിയുകയാണ്. അല്ലാഹുവേ, അവിടുത്തെ ജനാസ ചുമന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരും പറയുകയാണ്, വല്ലാത്ത മരണമാ, സുഗന്ധമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു, ശരീരത്ത് വല്ലാത്ത സുഗന്ധമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കി. എന്നിട്ട് എല്ലാവരും പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടി. എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടി. എല്ലാവരും പറയുന്നു, അസ്റായിലിനോട് സലാം പറഞ്ഞു. ശരീരത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നു. ഖുർആനിലെ ആയത്തോതി സഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മയ്യത്ത് ഖബറടക്കാൻ വന്നവർ മുഴുവനും പരസ്പരം പറയുകയാണ്. ഒരാള് പോലും പിരിഞ്ഞു പോകുന്നില്ല. ഒരാള് പോലും പിരിഞ്ഞു പോകുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തെന്നറിയുമോ? എല്ലാവരും കൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് പോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഖബറടക്കിയിട്ട് എല്ലാവരും പോവുകയാണ്. ആ ഖബറടക്കിയിട്ട് എല്ലാവരും ആ വീടിന്റെ മുറ്റത്തേക്ക് ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. ഫാത്തിമ, നിന്റെ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വന്നത് സങ്കടപ്പെടുത്താനല്ല, നിന്നെ വേദനിപ്പിക്കാനല്ല. ഫാത്തിമ, ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ ജനാസ ഖബറടക്കിയിട്ട് ഞങ്ങളെല്ലാവരും വന്നത് നിന്നെ വേദനിപ്പിക്കാനല്ല. ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം നീ പറഞ്ഞു തരണം. നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയട്ടാ, സഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടാ. നിന്റെ ഭർത്താവിന്റെ ജനാസയ്ക്ക് വല്ലാത്ത സുഗന്ധമായിരുന്നു. ഈ നാട് കാണാത്ത ജനങ്ങൾ മുഴുവനും മയ്യത്ത് നിസ്കരിക്കാൻ വന്നു. എന്ത് നന്മ ചെയ്തിട്ടാ ഫാത്തിമ? ഞങ്ങൾക്കും വേണം ഫാത്തിമ, ഇതുപോലെ ഞങ്ങൾക്കും മരിക്കണം ഫാത്തിമ. ഒരു നല്ല മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഒരു നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ഭർത്താവിന്റെ ജനാസ ഖബറടക്കിയിട്ട് വന്ന് ചോദിക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടെ പറയുകയാ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാതൻ വലാ സിയാമാ.
ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയൂല, ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയൂല. എൻ്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണം. എന്താണ് കാരണമെന്നറിയുമോ? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എൻ്റെ ഭർത്താവിനെ പോലെ, എൻ്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. കാരണം എൻ്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എൻ്റെ ഭർത്താവിന് അല്ലാഹ് എന്ന് പറഞ്ഞ പേടിയാ. മഹ്ദി പറയുകയാണ്, രണ്ടുപേരും കൂടെ കിടപ്പറയിലിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിലിരുന്ന് പരസ്പരം സംസാരിക്കുമ്പോ റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ അദാ സുമ്മ യബ്ഖി ഹത്താ യുസ്ബിഹാ. ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിലിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് തന്റെ ഭാര്യ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു. അല്ലാഹുടെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ സുമ്മ യബ്ഖി. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കണ്ണ് നിറയുകയാണ്, കരയുകയാണ്, കരയുകയാണ്. നരകം പറഞ്ഞപ്പെടല്ല, മരണം പറഞ്ഞപ്പെടല്ല, ഖബർ പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല, മീസാനിനെ കുറിച്ച് പറഞ്ഞപ്പെടല്ല, മസ്സറയുടെ അദാബുകളെ കുറിച്ച് പറഞ്ഞപ്പെടല്ല. അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ, അല്ലാഹുടെ പേര് പറഞ്ഞപ്പോ സുമ്മ യബ്കി. തന്റെ ഭർത്താവിരുന്ന് കരയുകയാ. ഇത് തന്നെയല്ലേ അള്ളയും പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യന് ആ മനുഷ്യന്റെ കണ്ണ് നിറയുമടോ, കൈകാല് വിറയ്ക്കുമടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അല്ലാഹനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാ എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ആയിഷ ബീവി പറഞ്ഞ മറുപടി, കാന ഖുലുഖുഹു ഖുർആൻ. ആയിഷ ബീവിയോട് ചോദിച്ചു, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നു, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കിയിട്ട് എല്ലാവരും വീട്ടിൽ വന്ന് ചോദിച്ചു, നിന്റെ ഭർത്താവിന് അല്ലാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാനുള്ള കാരണം എന്താ? മഹ്ദി പറയുകയാ, വല്ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാ. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ നിരന്നിരിക്കുന്ന സഹോദരങ്ങളോട്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയേണ്ട രണ്ടാമത്തെ ആൾ ആരാ? 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 നാട്ടുകാരാണോ? കുടുംബക്കാരാണോ? അല്ല,
നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് പറയണം? ആര് പറയണം? നമ്മുടെ കൂടെ കിടക്കുന്ന മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ പറയോ ഓള് ലോകത്തുള്ള ആര് നല്ലാണെന്ന് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് പറയാൻ ചാൻസ് ഇല്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഓള് വേണമെങ്കിൽ വേറെ ആരെക്കുറിച്ചും നല്ലത് പറയും, നിന്നെക്കുറിച്ച് പറയോ? നിന്റെ സർവ്വ തരികിടയ്ക്കും ആമിനയ്ക്കറിയാം, നിന്റെ സർവ്വ പരിപാടി ആർക്കറിയാം? നിന്റെ ഭാര്യയ്ക്കറിയാം. ഓള് നിന്നെക്കുറിച്ച് നല്ലത് പറയാൻ നീ എന്തേ ചെയ്തിട്ടുണ്ട്? എന്തേ ജീവിതത്തിലുള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നാട്ടുകാർ പറയുന്നത് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന്. നിന്റെ ഭാര്യയോട് നിന്നെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ 1000 നാവായിരിക്കണം. എൻ്റെ ഇക്ക, എൻ്റെ ഇക്ക, എൻ്റെ ഇക്ക. എന്തൊരു ഉത്സാഹമെന്നറിയോ? എന്നെക്കുറിച്ച് എന്നാ പറയാനാ? നിന്നെക്കുറിച്ച് എന്ത് പറയാനാ? നീ എന്തെങ്കിലും നല്ലത് ഇത് ഓള് കണ്ടിട്ടുണ്ടാ? നാട്ടുകാരുടെ മുമ്പിൽ കതറും വലിയ ഷർട്ടും വരലുണ്ട്, വീട്ടിലൊരു വിലയില്ല ചങ്ങാതി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ചില ഭർത്താക്കന്മാരുണ്ട്, വാഴതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പെണ്ണുമ്പിള്ളയോട് പറയും, കേട്ടോടി ഉസ്താദ് പറഞ്ഞത്, ഉസ്താദ് പറഞ്ഞു കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം പോകണം. പെണ്ണ് ഭാര്യയോട് ഭർത്താവ് പറയാ, നീ എൻ്റെ മൂക്കിനകത്ത് നിന്ന് ചെല ഒഴുകി വന്ന ആ ചീഞ്ചലം പോലും നീ തുടച്ചെടുക്കണം. അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ നീ എൻ്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു. എനിക്ക് അത്രയ്ക്കും പവറാ. ഓരോ ഭർത്താവും നെഞ്ചു പിരിച്ചു നിന്നിട്ട് ഭാര്യയോട് പറയുന്ന വാക്കാ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. എടാ ചങ്ങാതി, നീ പോകണമെങ്കിൽ ആദ്യം അവള് വിചാരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന് പറയോ? എങ്ങനെ പറയാനാ? നാവെടുത്ത വിളിക്കണ വിളി എന്താവെന്ന് ആലോചിക്കേ. നമ്മുടെയൊക്കെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ലത് പറയുക. നമ്മുടെ ജീവിതത്തിൽ എന്തേ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്? നമ്മുടെ ഭാര്യയോടുള്ള നമ്മുടെ പെരുമാറ്റം എന്താ? എത്രയോ പേരിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യമാർക്ക് ചെലവിന് പോലും കൊടുക്കില്ല, അവരോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കില്ല. ചെലവിന് കൊടുക്കാത്ത ചങ്ങാതിമാരില്ലേ, നടന്ന് പെണ്ണ് കിട്ടും അവരുടെയൊക്കെ പോയി, അവിടെ ഇവിടെ എല്ലാം പോയി പെണ്ണ് കിട്ടുന്നവരുണ്ട്, ചെലവിന് പോലും കൊടുക്കാറില്ല. അതിലൊന്നും കാര്യമില്ല സഹോദര. എടോ 4 പെണ്ണ് കെട്ടാം, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരാണിന് 4 വിവാഹം കഴിക്കാം. ആ 4 വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഒരെണ്ണത്തിനെ ഒളിച്ച് വിവാഹം കഴിച്ചിട്ട് വാടക വീടും എടുത്തു കൊടുത്തിട്ട് ആഴ്ചയിൽ പോയി സന്ദർശിക്കുന്നതിന് അങ്ങനെ കെട്ടാൻ അള്ളാന്റെ ദീൻ പറഞ്ഞിട്ടില്ല. എടാ, കെട്ടുവാണെങ്കിൽ അന്തസ്സോടെ കെട്ട്, നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. നാട്ടുകാർ മുഴുവനും അറിഞ്ഞ് വിവാഹം കഴിച്ച് നിന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് ഈ ഭാര്യയുടെ കൂടെ ഈ പെണ്ണിനെ നോക്കുന്നത് പോലെ അവളെയും നോക്കണം. ഈ പെണ്ണിനെ നോക്കുന്നത് പോലെ ഒരു കുറവും വരുത്താതെ രണ്ടാമത്തെ ഭാര്യയെ നോക്കണം. ഇതാരും അറിയാതെ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയിട്ടിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പോയി എത്തി നോക്കിയിട്ട് വരുന്ന പരിപാടി നല്ലതല്ല. അങ്ങനെ വിവാഹം കഴിക്കാൻ അള്ളാന്റെ ദീൻ പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4 കഴിക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഓടി നടന്ന് കെട്ടാനല്ല. ഭാര്യമാർക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അങ്ങനെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ല, അവർക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പെണ്ണുങ്ങൾ അടിച്ചു മാറ്റുന്നത്. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ എടുക്കുന്നവരുണ്ടല്ലോ. ഭാര്യമാര് ഭാര്യയുടെ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ അവർക്ക് ആവശ്യമുള്ളത് എടുക്കുന്നവരുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ആ ഹിന്ദ് എന്ന് പറയുന്ന സഹാബി വനിത നബി തങ്ങളോട് വന്ന് ചോദിച്ചു, നബിയെ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആളാ, പക്ഷെ എനിക്ക് ചെലവിന് തരാറില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തോട് ചോദിക്കാതെ പൈസ എടുക്കാറുണ്ട്. അത് ശരിയാണോ നബിയെ? അത് പാപമാണോ നബിയെ? എൻ്റെ ഭർത്താവിനോട് അനുവാദം ചൊല്ലാതെ ഞാൻ പൈസ എടുക്കാറുണ്ട്, അത് തെറ്റാണോ? മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മസല ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? എടുക്കാൻ പാടുണ്ടോ? പരമനുഷ്യന്മാരെടുക്കാൻ പാടുണ്ടോ? നബി തങ്ങൾ ഹിന്ദിനോട് പറഞ്ഞ മറുപടി, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാൻ. മഹാനായ നബിയന റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞ മറുപടി, നിനക്ക് ആവശ്യമുള്ളത് എടുക്കാൻ എന്ന് പറഞ്ഞ ഇത് ചെലവിന് കൊടുക്കാത്ത ഭർത്താവ്. അങ്ങനെ വരുന്നുണ്ട്.
ആവശ്യമുള്ളതുപോലും കൊടുക്കുന്നില്ല. തൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളതുപോലും ചെയ്തു കൊടുക്കുന്നില്ല ഭാര്യ. അപ്പൊ അങ്ങനെ വരുമ്പോ ആവശ്യമുള്ളത് എടുത്തോളാൻ, എത്തിക്കാനിലാക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെലവിന് കൊടുത്താൽ അതിന്റെ ആവശ്യമുണ്ടോ? നിന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്താൽ അങ്ങനെ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏ സഹോദര, നീ മരിച്ചാൽ നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത് നിന്റെ കൂടെ കടന്നവളാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചില്ലെങ്കിലും ആ കൂടെ കിടക്കുന്നവളെങ്കിലും നിന്നെക്കുറിച്ച് നല്ലത് പറയാൻ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ചെയ്യേ. ആ ഭാര്യയെങ്കിലും നിന്നെക്കുറിച്ച് നല്ലത് പറയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത് പറയുമ്പോ എന്റെ വയല് കേൾക്കുന്ന പെണ്ണുങ്ങൾ പറയും, പടച്ചവനെ ആദ്യമായിട്ടാണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നത്. ഏത് വയലിന് വരുന്ന ഉസ്താദും പെണ്ണുങ്ങളെയാണ് കുറ്റം പറയുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ പറയുന്നത് എന്ന് സന്തോഷിക്കുന്ന പെണ്ണ്, നിനക്ക് സ്വർഗത്തിൽ പോകണോ? നിനക്ക് സ്വർഗത്തിൽ പോകണോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും യദാ ബനൂ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ബനൂ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും തിരിച്ചു വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുണ്ട്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ അല്ലാഹുവേ, മലമൂത്ര വിസർജനം നടത്തണമല്ലോ, യാത്രയാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും ഒരു സ്ഥലത്ത് ഇറങ്ങുകയാ. യാത്ര നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു ആയിഷ ബീവിയോട്, ആയിഷ ബീവി ആദ്യം പറഞ്ഞു വിടുകയാണ് തന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പോയി. അല്ലാഹുവേ, ആയിഷ ബീവി തന്റെ കാര്യങ്ങൾ കഴിഞ്ഞു തിരിച്ചു വന്നിട്ട് തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ വാഹനത്തിന്റെ മുകളിൽ കയറുന്നത് എല്ലാവരും കണ്ടു. ആയിഷ ബീവി കയറി കഴിഞ്ഞപ്പോ സഹാബത്തിനെ പറഞ്ഞു വിടുകയാ. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പോയി. പടച്ച റബ്ബേ, കുറച്ച് കഴിയുമ്പോഴാണ് ആയിഷയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആയിഷ ബീവി ചിന്തിച്ചു, അല്ലാ, പോയി പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് കരുതിയിട്ട് നിബിധങ്ങളോട് പറഞ്ഞില്ല, ഒരാളോടും പറഞ്ഞില്ല. ആയിഷ ബീവി ആരും കാണാതെ ഇറങ്ങി മാല തെരഞ്ഞു പോവുകയാ. പടച്ചവനെ, എല്ലാവരും തിരിച്ചു വന്നു. ആണുങ്ങൾ മുഴുവനും തിരിച്ചു വന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോ ആയിഷ നേരത്തെ കയറിയതാണ്, അതുകൊണ്ട് ആരും നോക്കിയില്ല. ഉണ്ടെന്നുള്ള ധാരണയിൽ എല്ലാവരും അവിടെ നിന്ന് യാത്രയായി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും പോയിരിക്കുകയാ. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രായം കുറഞ്ഞ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. ആ സഫ്വാൻ ഒറ്റയ്ക്ക് പുറകിൽ വരികയാണ്. വരാനുള്ള കാരണം എന്തെന്നറിയോ? നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാറ് ഏറ്റവും പുറകിൽ വരാൻ വിധങ്ങൾ പറഞ്ഞു വെച്ച സഹാബിയാ. ആ സഫ്വാൻ തങ്ങൾ ഇങ്ങനെ വരുമ്പോ വഴിയോരത്തൊരു പെണ്ണിരുന്ന് കരയുകയാ. ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ഒരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുകയാണ്, ആരാ? നിങ്ങൾ ഇവിടെ ഇരുന്ന് കരയുന്നല്ലോ, നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുകയാ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ,
അള്ളാന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാണെന്ന് പറയുമ്പോ സഫ്വാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇന്നാലില്ലാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയോ ചാടിയിറങ്ങുകയാണ്, കുതിരയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങുകയാണ്. കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ. ഈ സഫ്വാൻ നടക്കാമുമ്മ, ഞാൻ ഈ കൊട്ടകത്തിന്റെ ഈ കുതിരയുടെ കയറ് പിടിച്ചുകൊണ്ട് ഞാൻ നടക്കാ. ഉമ്മ വാഹനത്തിന്റെ മുകളിൽ കേറൂ. ഒരു വഴിയുമില്ലാതെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുകയാണ്, യാത്ര തുടരുകയാണ്. പടച്ചവനെ അല്ലാഹുവേ, ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത്. വലിയ പ്രയാസമായി യാത്ര നിർത്തുകയാണ്. എല്ലാവരും തിരയുകയാണ്, ആയിഷയെ കാണുന്നില്ല. സഹാബത്ത് മുഴുവനും വല്ലാത്ത സങ്കടത്തിലായി. പടച്ചവനെ, എല്ലാവരും ഇങ്ങനെ വല്ലാതെ പ്രയാസത്തിൽ നിൽക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി കയറ് പിടിച്ച് നടക്കുകയാണ്. ആയിഷ ബീവി വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ആയിഷ ബീവി നബി തങ്ങളുടെ ചാരത്ത് വന്നു, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. റബ്ബേ സമാധാനമായി, ആയിഷയ്ക്ക് സമാധാനമായി, പ്രവാചകന് സമാധാനമായി. പടച്ചവരെ, അങ്ങനെ എല്ലാവരും യാത്ര തുടങ്ങാൻ പോകുമ്പോ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു സലൂൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവൻ നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവനാണ്. അവന് മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല, നബി തങ്ങളെ ഇഷ്ടമല്ല, ആയിഷാനെ ഇഷ്ടമല്ല. ആ മുനാഫിക്കീങ്ങളിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു സലൂൽ എന്തേ പറഞ്ഞതെന്നറിയോ? രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒരുപാട് നേരം ഒറ്റയ്ക്ക് വന്നതാണ്. എന്തെങ്കിലുമൊക്കെ നടന്നു കാണും, എന്തെങ്കിലുമൊക്കെ നടന്നു കാണും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ അവര് വെറുതെ വിട്ടില്ലടോ. വ്യഭിചാരത്തിന്റെ ആരോപണം തുടങ്ങുകയാണ്. ആയിഷയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയാ. മദീനത്തു ചെന്നു, കാട്ടുതീ പടരുന്ന പോലെ മദീന മുഴുവനും പടരുകയാണ്. എല്ലാവരും ആയിഷയെ കുറിച്ച് പറയുകയാണ്. കേട്ടവർ വിശ്വസിച്ചടോ. കാരണം ഇത് പറഞ്ഞത് അല്ലാഹുവേ ഇസ്ലാമിന് പുറത്തുള്ളവരല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പോയവരാ പറഞ്ഞത്. നബി തങ്ങളുടെ കൂടെ പോയവര് പറഞ്ഞപ്പോ എല്ലാവരും വിശ്വസിച്ചടോ. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. എല്ലാ സ്ഥലങ്ങളിലും ആയിഷയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നബി തങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ റസൂലും മിണ്ടുന്നില്ല, ഒരാളോട് പോലും നബി തങ്ങൾ മിണ്ടുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും ആയിഷയെ കുറിച്ച് പറയുകയാണ്. നബി തങ്ങൾ പള്ളിയിൽ വരും, നിസ്കരിക്കും, വീടിനകത്ത് കയറും. അല്ലാഹുവേ, അങ്ങനെ ആയിഷാനെ കുറിച്ച് എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യുന്നത് അറിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയുമോ? പള്ളിയുടെ മിമ്പറിൽ കയറുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങള്, നിങ്ങൾ എല്ലാവരും എൻ്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. നബി തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾ പറയുന്നത് മുഴുവനും ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഒരു നാട് മുഴുവനും തന്റെ ഭാര്യ തെറ്റുകാരിയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ലാകിൻ വല്ലാഹി മാ റഅയ്തു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. തന്റെ ഭാര്യ തെറ്റുകാരിയാണെന്ന് ഒരു നാട് മുഴുവനും പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ.
എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ആയിഷയെ കുറിച്ച് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ ആയിഷാനെ അറിയാ. അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ. അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ. മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ഇന്ന് വരെ ആയിഷയുടെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ്, എൻ്റെ ഭാര്യയാണ് എനിക്ക് വിശ്വാസമാണ്. അവള് നല്ലവളാണ്, അവള് നല്ലവളാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് വിശ്വാസമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വഅദ് കേൾക്കാമെന്ന ഉമ്മമാരേ, നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. പെങ്ങളെ, നിന്റെ ഭർത്താവ് നീ നല്ലവളാണെന്ന് പറഞ്ഞ വജബതു ലഹുൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ആയിഷാനെ എനിക്കറിയാം, എൻ്റെ ആയിഷ എനിക്കറിയാം. ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവൾ ആയിഷ. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അവൾ ചാറ്റുന്നതോ മെസ്സേജ് എഴുതുന്നതോ വീഡിയോ കോൾ വിളിക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എൻ്റെ ഭാര്യ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അപ്പം നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. സഹോദരിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അവളുടെ ഭർത്താവ് പറയണം അവൾ നല്ലവളാണെന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നു, എനിക്ക് മനസ്സിലായി 10:50. ഉസ്താദ് 11 മണിക്കും 10:45 നിർത്താമെന്ന് പറഞ്ഞു. ഉസ്താദ് 4 മിനിറ്റ് കൂടുതലായി. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നു. അള്ളാഹു ആ സമയം നോക്കി ആ മനുഷ്യൻ്റെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. സമയല്ലേ, ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നു. അള്ളാഹു അവരുടെ അവസാന സമയം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അപ്പൊ ഭർത്താവ് നീ മരിച്ചാൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. അങ്ങനെ പറയാൻ ജീവിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ പറയുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല എന്ന്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയായിപ്പോയി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടോ, ഇന്ന് ഭാര്യ മരിച്ചു, ഭാര്യ മരണപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് ദിവസം കഴിഞ്ഞു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എടാ ചങ്ങാതി, ഒരു നല്ല ഒരു പെണ്ണുണ്ട്, നീ ഇങ്ങനെ നടന്നാൽ മതിയോ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഭർത്താവിനോട് ചോദിക്കുക. ഭാര്യ മരിച്ചിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയുള്ളൂ. ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ആ സഹോദരൻ പറയുന്ന മറുപടി എന്താ? അളിയ 40 കഴിയട്ടെ, 40 കഴിയാതെ ഞാനിപ്പോൾ വിവാഹം കഴിച്ച നാട്ടുകാരെന്തെങ്കിലും പറയൂലേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, എൻ്റെ ഒരു 40 ദിവസം ക്ഷമിക്കാനുള്ള മനസ്സ് പോലും ആണുങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു. എല്ലാരെയും ഞാൻ കുറ്റപ്പെടുത്തൂല, എല്ലാരെയും ഞാൻ കുറ്റപ്പെടുത്തൂല. ഒരു 40 ദിവസം ക്ഷമിക്കാനുള്ള മനസ്സ്. ഭർത്താവ് മരണപ്പെട്ടു, ഏത് പെണ്ണാ ഇരിക്കുന്നേ? ഇവിടെ വല്ല പ്രായം ചെന്ന ഉമ്മമാരല്ലാതെ ഇന്ന് ഏത് പെണ്ണാ 4 മാസവും 10 ദിവസവും ഇരിക്കണേ? 40 ദിവസം ഇരിക്കുന്ന പാട് അവർക്കറിയാം. ഒരു 40 വരെ ഇരുന്നാലിരുന്നു. ആ 40 കഴിയുമ്പോൾ പടച്ചോനെ ബിരിയാണിയും വെച്ച് നാട്ടുകാർക്ക് മുഴുവനും കൊടുത്തിട്ട് അവർ സലാം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കാലം. ഇരിക്കുന്നവർ വളരെ കുറവായി പോകുന്നു. കാരണം സ്നേഹബന്ധമില്ലാതെ പോകുന്നു ഭാര്യയും ഭർത്താവും. അവർ തമ്മിലുള്ള ബന്ധമെന്താ? അള്ളാഹുവെ, അവർ പരസ്പരം സ്നേഹിക്കുന്നില്ല, ബന്ധമില്ല, മനസ്സുകൾ അകന്നു പോകുന്നു. നിങ്ങൾക്കറിയോ പൊതുവെ എന്താണ്? ഞാൻ ഇരുന്നോട്ടെപ്പാ, ഇരുന്നോട്ടെ. മാറാകട്ടെ. മാഷാ അല്ലാഹ്. എടോ, ഇന്ന് കുടുംബജീവിതത്തിന്റെ വില ആർക്കാ അറിയണേ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ? അടിയും പഴക്കും ബഹളമല്ല, നിസ്സാര കാരണങ്ങൾക്ക് ഇന്ന് ബന്ധമൊഴിയ. കാരണമൊന്നും പ്രത്യേകിച്ച് വേണ്ട. ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട്
ഞാൻ 2 ദിവസം എൻ്റെ ഒരു കൂട്ടിക്ക് അറിയുന്നൊരു പയ്യനുണ്ട്. ഓൻ എന്നെ പറഞ്ഞു, ഉസ്താദ് എൻ്റെ സഹോദരൻ്റെ കല്യാണം ഉസ്താദ് വരണം, എനിക്ക് പോകാൻ പറ്റിയില്ല. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അവനെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. ഞാൻ അവൻ്റെ അടുത്തോട്ട് പോയിട്ട് പറഞ്ഞു, എടാ അന്ന് എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല, ഇത്തിരി തിരക്കായി പോയി. ഉസ്താദെ അവള് പോയെന്ന്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് വരാഞ്ഞ നന്നായി, അത് പോയി. അപ്പൊ ചോദിച്ചു കാരണം എന്താണെന്ന്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് അവള് പോയെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. കാരണം അതാ, സാരി ഉടുക്കാൻ ഭർത്താവ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബന്ധമൊഴിഞ്ഞ വാർത്ത പത്രത്തിലുണ്ടായിരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. എടോ ഇന്ന് വയല് കഴിഞ്ഞു. ഇന്ന് വയല് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യ വയല് കേൾക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയം നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആരുമില്ല, നീയും ഭാര്യയും മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. ഈ ബൈക്കിലിരുന്ന് കെട്ടിപ്പിടിച്ചു പോകുന്ന മലക്കുകളുടെ കഥയല്ല ഞാൻ പറയുന്നത്, അത് വേറെ. വീട്ടിൽ കിടന്ന് കെട്ടിപ്പിടിക്കാൻ വയ്യ, നട റോഡിൽ കൂടെ ഒന്നിന്റെ തോളിന്റെ മുകളിൽ വെച്ചോണ്ട് പോ, അതല്ല ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പ്രത്യേകം പറഞ്ഞേ. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുക്ക ചെല്ലുമ്പോൾ ആരും കാണാനില്ല. ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചാൽ നീയും നിന്റെ ഭാര്യയും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി, നിന്റെ പാപം പൊറുക്കും. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പാപം പൊറുക്കാൻ പറ്റുന്ന വഴിയാണ് ഒന്ന് കൈ പിടിച്ചാൽ മതി, അത്രയ്ക്കും പുണ്യം. നിങ്ങളിൽ എത്ര പേരാ ഭാര്യയോട് സംസാരിക്കണം? എത്ര പേരാ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്, എത്ര ഭാര്യമാരുണ്ട്? എടാ അയൽവാസികളുടെ ഭാര്യ റോഡിൽ വെച്ച് കണ്ടു, ആമിന എന്ത് പാടി, സുഖമാണോ, മച്ചാക്ക് എങ്ങനെയുണ്ട്, ഓ എന്തൊരു വർത്തമാനം, സുബ്ഹാനല്ലാഹ്. കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോൾ അങ്ങോട്ട് ഒലിപ്പിക്കും, എന്തൊക്കെ ചോദിക്കും, അല്ലാഹ് എന്ത് വിശേഷം ചോദ്യം. സ്വന്തം പെണ്ണുമ്പിള്ളയെ കാണുമ്പോൾ കടന്തല് കുത്തിയതുപോലെ ഇരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ ഉള്ളതാ പറഞ്ഞ, അള്ളാഹു കാക്കുമാറാകട്ടെ. പൊന്നാര ചങ്ങാതി, നീ എന്താ ചിരിക്കാത്ത? എന്തേ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലോ? എന്തേ പുഞ്ചിരിച്ച? എന്തേ പുഞ്ചിരിച്ച? എന്റെ പൊന്നാര വാപ്പ മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്തുണ്ടാകും ആ പുഞ്ചിരി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അത്ര വലിയ പുണ്യം ആ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാന്ന്. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന, പക്ഷെ ചിരിക്കൂല. പിന്നെ എങ്ങനെ സ്നേഹമുണ്ടാകും? ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു ബെഡിനകത്ത് കിടക്കുന്നു, തൊലി ചേർന്ന്. സ്നേഹമുണ്ടോ? ഇല്ല. ചതിയും വഞ്ചനയും, ചതിയും വഞ്ചനയും. സ്നേഹമില്ലടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൾ തമ്മിൽ ചേരുന്നില്ല, സമാധാനമില്ല നമുക്ക്. എന്തുകൊണ്ട്? ഇവിടെ കുടുംബ ജീവിതത്തെ പോലെ പുണ്യമുള്ള വേറെ എന്ത് നന്മയാവുള്ളേ? എല്ലാവരും ഇപ്പൊ ഇവിടെ വന്നല്ലോ, നമ്മളെല്ലാവരും വരും. ഉസ്താദ് ശൈഖുനയുടെ മഖാമിന്റെ മുമ്പിൽ വന്നിട്ട് സമാധാനമില്ല, പ്രയാസം, സന്തോഷമില്ല. അള്ളാഹു നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസം മാറ്റി തരുമാറാകട്ടെ. എന്തിനാ കല്യാണം കഴിക്കാൻ പറഞ്ഞേ? കല്യാണം കഴിച്ച് എന്ത് കിട്ടും? കല്യാണം കഴിച്ച എന്ത് കിട്ടും? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, കല്യാണം കഴിച്ച സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. കല്യാണം കഴിച്ച എന്ത് കിട്ടും? ഞാൻ കേട്ടില്ല എന്ന് പറയാം. എന്ത് കിട്ടും? ഞാനല്ല, അള്ള പറയാ കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന്. കിട്ടിയോ? ഓർമ്മിപ്പിക്കല്ലേ സിറാജ്, അത് എന്നോട് പറയുന്ന എൻ്റെ പൊന്നാര സിറാജ്, അത് ഓർമ്മിപ്പിക്കല്ലേ. നമ്മുടെ അവസ്ഥ. ഈ പെണ്ണുങ്ങൾ പറയുന്നത് ഞാൻ സന്തോഷത്തോടെ നടന്നിയതാ, എന്നീ ചങ്ങാടികളുടെ കൂടെ കൂടി അന്നത്തോടെ പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? ഇവിടെ ലോകത്ത് കുടുംബജീവിതത്തോളം സന്തോഷമുള്ള ഒന്നുമില്ല. സ്വർഗത്തിൽ പോകാൻ നമ്മുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോകണമെന്നാ. ഈ മൈക്ക് ഇങ്ങനെ താഴുന്നുണ്ടടാ മോനെ, ഇതൊന്ന് പൊക്കി വെച്ച് തരുമോ? ഒന്ന് മുറുക്കിയാൽ മതി, സിറാത്ത് പാലം പോലെ. അത് കുലുങ്ങുമെന്നറിയില്ല. അള്ളാഹു നമ്മളെ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പോകുന്നവരെ പെടുത്തുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, സ്വർഗത്തിൽ പോകണമെന്നല്ലേ ആഗ്രഹം? ആണോ അല്ലേ? ആദം നബിയെ സ്വർഗത്തിൽ കയറ്റിവിട്ടു. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ കയറ്റിവിട്ടു. ആദം നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്കാം.
ആ ചങ്ങാതി തിന്നും ഭക്ഷണം കഴിച്ചും സന്തോഷത്തോടെ സ്വർഗത്തിൽ നടക്കാം. ആദം നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. ആദം നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. അള്ളാഹു ചോദിച്ചു, ആദവേ എന്തു പറ്റി, എന്താ നിന്റെ മുഖം വാടിയിരിക്കണേ? ഈ സ്വർഗം നിനക്ക് തന്നിട്ട് നിനക്ക് എന്തേ ഒരു സന്തോഷം ഇല്ലാത്ത? ആദം നബി പറഞ്ഞ മറുപടി, അല്ലാ, എന്തോ ഒരു കുറവുള്ളതുപോലെ. അള്ളാഹിനോട് പറയാ, സ്വർഗത്തിലാ നടക്കണേ. ആദം നബി അള്ളാഹിനോട് പറയാ, എന്തോ ഒരു കുറവുള്ളതുപോലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്ത ആദം നബി പറഞ്ഞു, ഇപ്പോഴെല്ലാം ശരിയായി എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ സ്വർഗമാണോ വലുത്, കുടുംബജീവിതമാണോ വലുത്? ആ സ്വർഗം കിട്ടിയിട്ട് പോലും ആദം നബിക്ക് മതിയാകുന്നില്ലടോ. അതാണ് കുടുംബജീവിതം, അതാണ് കുടുംബജീവിതം. പക്ഷെ ഇന്നത്തെ കുടുംബജീവിതം തമ്മിത്തല്ലും വഴക്കും ബഹളവുമായിട്ട് പോവാ. പരസ്പരം സ്നേഹമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ നോക്കുമ്പോൾ എപ്പോഴും തല്ല വാപ്പയും ഉമ്മയും. എവിടുന്നാ ചീത്ത വിളിക്കാൻ പഠിച്ചത്? വാപ്പ ഉമ്മാനെ വിളിക്കണ കേട്ടിട്ടാ തുടങ്ങിയേ. അങ്ങനെ ആയിപ്പോയി ഇന്നത്തെ കുടുംബജീവിതം. അങ്ങനെ ആവരുത്. പിന്നെ വഴക്കും ബഹളവും എല്ലായിടത്തും ഉണ്ട്. നമ്മളെ മലക്കുകളൊന്നും അല്ലല്ലോ. മലക്കുകളാണോ? ഇവിടെ ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും, അടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. അത് ഇവിടെ മാത്രമല്ല. മഹാനായ നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി കറിച്ചട്ടി എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പിന്നല്ലേ നിന്റെ ആമിന. അള്ളാന്റെ റസൂലിന്റെ ഭാര്യ ഇറച്ചിക്കറിയും പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. നബിയുടെ വീടിനകത്ത് വഴക്കുണ്ടായിട്ടുണ്ട്. അള്ളാന്റെ റസൂലും ആയിഷ ബീവിയും പിണങ്ങി നടന്നിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ പെണ്ണുമ്പോൾ ആയിഷ ഒന്നും അല്ലല്ലോ, നമ്മുടെ ഭാര്യ ആയിഷ ഒന്നും അല്ലല്ലോ, പാവപ്പെട്ടവളല്ലേ. എടോ, അതങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാകും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് കുറച്ച് കഴിയുമ്പോൾ തീരണം. അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഈ ആണുങ്ങൾക്കൊരു ധാരണയുണ്ട്, കുറച്ചൊക്കെ പിടിവാശി കളയണം സഹോദര. എല്ലാ ആണുങ്ങളുടെയും ആഗ്രഹം, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. അത് വെറുതെയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഞാൻ വരച്ച വരയിൽ നിൽക്കണമെന്ന്. നീ ഇടയ്ക്കിടയ്ക്ക് കയറി നിൽക്കുക, അല്ലാതെ നടക്കത്തൊന്നുമില്ല. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്, പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. ആ സ്വഭാവം മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾ തീരും. ഉദാഹരണം, നിന്റെ പരാതി എന്താ? എൻ്റെ ഉപ്പാനെ നോക്കണില്ല, എൻ്റെ ഉമ്മാനെ നോക്കണില്ല, എൻ്റെ കൂടപ്പുറപ്പിനെ നോക്കുന്നില്ല, ഇല്ലേ? ഇതല്ലേ നിന്റെ പരാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞിട്ട് വീട്ടിൽ വരിക. എന്തോ ഒരു യാത്ര കഴിഞ്ഞ് നബിതങ്ങൾ ക്ഷീണിച്ച് വീട്ടിൽ വന്നു. നബിതങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല വാതിലിൽ നിൽക്കുന്നുണ്ട്. നബിതങ്ങളെ തടഞ്ഞു നിർത്തി. നബിതങ്ങളെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം, നബിയെ, പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? അള്ളാന്റെ റസൂല് എന്തോ ഒരു യാത്ര കഴിഞ്ഞ് വളരെ ക്ഷീണത്തിൽ പ്രയാസപ്പെട്ട് വീട്ടിൽ വന്നപ്പോ വീടിനകത്ത് കയറുന്നതിനെ തടഞ്ഞു നിർത്തിയിട്ട് ഭാര്യ ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആ ചോദ്യം എങ്ങാണ് നമ്മുടെ ഭാര്യ ചോദിച്ച, അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. നീ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോ ഭാര്യ വാതിലിൽ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. പക്ഷെ നബിതങ്ങൾ അങ്ങനല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി, എനിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നെയാ. എനിക്ക് പെണ്ണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? എൻ്റെ ആയിഷാനെയാ. ആയിഷയ്ക്ക് സമാധാനമായി. നബിതങ്ങൾ വീടിനകത്ത് കയറി. രണ്ടാമതും പിടിച്ചു. രണ്ടാമത്തെ ചോദ്യം, ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? നിന്റെ വാപ്പ അബൂബക്കറിനെ ആയിഷ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ മറുപടി? നിന്റെ വാപ്പ അബൂബക്കറിനെയാ. ആയിഷ ബീബി കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു. ഇതാണ് പെണ്ണ്. അവളുടെ വാപ്പ, അവളുടെ ഉമ്മ, അവളുടെ വീട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലെങ്കിൽ നീ ഇന്ന് നോക്കിക്കേ, വയലും കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി കിടക്കുമ്പോൾ ചുമ്മാതോ ഒന്ന് പറയണം, എൻ്റെ പൊന്നാര ആമിന, നിന്റെ വാപ്പ എത്ര നല്ല മനുഷ്യനാ. അള്ളാഹുവേ, ഓള് തലയിൽ കയറാതെ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളുണ്ട്, ഇത് മനസ്സിലാക്കണം. ചുമ്മാ നടന്നാൽ പോരാ. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ പരസ്പരം സ്നേഹമുണ്ടാകും, പരസ്പര ബന്ധമുണ്ടാകും.
പരസ്പരം സ്നേഹവും പ്രണയിക്കണം. അള്ളാഹു പ്രണയിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറയടോ. കണ്ടവന്റെ ഭാര്യയല്ല, സ്വന്തം പെണ്ണുപിള്ളയെ പ്രേമിക്കണം. സ്വന്തം ഭാര്യയെ പ്രണയിക്കണം, സ്നേഹിക്കണം. അങ്ങനെ പഠിപ്പിച്ചെന്ന് ആരാ? പ്രേമവും പ്രണയമൊന്നും ഇല്ലെന്ന് ആരാ പറഞ്ഞേ? എടോ, അള്ളാന്റെ ദീനിൽ ഇതൊക്കെ ഉണ്ട്, പ്രേമവും പ്രണയമൊക്കെ ഉണ്ട്. സ്നേഹിക്കണം. ആരെയാണ് സ്നേഹിക്കേണ്ടത്? ആരെയാണ്? സിനിമാ താരങ്ങളെ പോലെയല്ല പ്രേമിക്കുന്നത്, കണ്ടു പഠിക്കേണ്ടത് അവരെയല്ല പെങ്ങള്. ആരെ പോലെയാണ് സ്നേഹിക്കേണ്ടതെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ നിങ്ങൾക്ക് നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ 25 വയസ്സ്. തന്റെ ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീബിക്ക് 40 വയസ്സ്. 25 വയസ്സുകാരനായ മുഹമ്മദ് നബി 40 വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചു. പണം കണ്ടിട്ടൊന്നുമല്ല പെണ്ണ് കെട്ടിയത്, അത് വേറെ. അള്ളാന്റെ റസൂലിന് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഇവർ രണ്ടുപേരും കൂടെ വിവാഹ ജീവിതം തുടങ്ങി. ഇവർ രണ്ടുപേരും 25 വർഷം ജീവിച്ചു. 25 കൊല്ലമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കിക്കേ. 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്ക്. പെണ്ണെട്ടിക്കാനൊന്നും അല്ല. ഒന്ന് അണ്ണ ഇപ്പൊ കൈവക്കി. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. 65 വയസ്സുണ്ട് ഖദീജ ബീബിക്ക്. ഈ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ വീട്ടിലേക്ക് കയറി വന്നപ്പോ കുളിച്ചു ഒരുങ്ങി നിൽക്കുക വീടിന്റെ മുമ്പിൽ. വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഖദീജ ബീബി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. 20ാമത്തെ വയസ്സിലല്ല, 65ാമത്തെ വയസ്സിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. ചിരിക്കുന്ന മുഖത്തോടെ ഖദീജ സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഖദീജ അടുത്തിരുന്നു. നബി തങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ, എനിക്കൂടെ വാരി തരുവോ? എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരി തരുവോ? അള്ളാന്റെ റസൂൽ ഖദീജ ബീബിക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഞാൻ ഇത്തിരി വാരി തരട്ടെ നബിയെ? അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഈ അടുത്ത കാലത്തെങ്ങാനും ഭാര്യയ്ക്ക് വല്ലതും വാരി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിക്ക്. കയ്യൊന്നും പൊക്കണ്ട, ഞാൻ നാണം കെട്ടുപോകും. പൊക്കില്ല എന്ന് എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും നീ നിന്റെ ഭാര്യയ്ക്ക് ഇത്തിരി ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? എവിടെ? അള്ളാന്റെ റസൂൽ ഖദീജ ബീബിക്ക് വാരി കൊടുത്തു. ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. എത്രാമത്തെ വയസ്സിൽ? 65ാമത്തെ വയസ്സിൽ. നബിതങ്ങളും ആയിഷ ഖദീജ ബീബിയും ഭക്ഷണമൊക്കെ കഴിച്ചു. അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, ആ മടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ, ആ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ. അള്ളാന്റെ റസൂൽ ഖദീജ ബീബിയോട് പറഞ്ഞു കിടക്കാൻ. വാപ്പ ഇപ്പൊ എവിടെ കിടക്കണേ? ഈ പ്രായമുള്ള ഉപ്പാനോട് ഞാൻ ചോദിക്കട്ടെ, നീ എവിടാ കിടക്കണേ? നീ ഒരു റൂമിലും നിന്റെ ഭാര്യ വേറെ റൂമിലും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടാ, നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ ഭാര്യ ഒരു റൂമില്, ഭർത്താവ് ഒരു റൂമില്. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അതാ, മരിക്കണ കാലം വരെ ഒരുമിച്ച് കിടക്കണം ബാപ്പ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കിടക്കണം. അപ്പൊ മക്കളുടെ ഭർത്താവിന്റെ കൂടെ കിടക്കും, നീ നിന്റെ ഭർത്താവിയുടെ കൂടെ കിട. വാപ്പയും ഉമ്മയും ഖദീജ ബീബി 65ാമത്തെ വയസ്സിൽ നബിതങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ചോദിക്കാം. അള്ളാന്റെ റസൂൽ മടിയിൽ പിടിച്ച് കിടത്തി. ഖദീജ ബീബി നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ നീ എന്നെ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ, നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ആയാലും ചോദിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ടോ? അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാന്ന്. നബിതങ്ങൾ ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ നീ? ഇന്നു മുതലല്ലോ. അങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, 25 കൊല്ലമായി നിങ്ങളുടെ കൂടെ കൂടിയിട്ട്, 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂല് പെട്ടെന്ന് ചോദിച്ചു, എന്തു പറ്റി ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്താണ് ഇന്ന് പ്രത്യേകത എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ ഖദീജ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണമടുത്തിരിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞടോ, നിബിതങ്ങളുടെ കണ്ടണങ്ങൾ നിറയുകയാണ്. ഖദീജയുടെ വാപുത്തി പിടിക്കുകയാണ്. അള്ളാന്റെ റസൂല് ഖദീജ ബീവിയുടെ വാപുത്തി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. ആരാണ് ഖദീജ എന്നറിയുമോ? എന്റെ വാഴ കേൾക്കാമെന്ന ഉമ്മമാരെ, അള്ളാന്റെ റസൂലിനെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. എന്നാൽ ആ ഖദീജയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അള്ളാഹു സ്വർഗത്തിൽ ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരം ഖദീജയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഖദീജയ്ക്ക് അത് കൊടുക്കുന്നതെന്നറിയുമോ? 25 കൊല്ലം അള്ളാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. നിബിതങ്ങളുടെ മുമ്പില് അള്ളാന്റെ റസൂലിനെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. 15 വയസ്സ് കൂടുതലാണ്. ഒരിക്കൽ പോലും അള്ളാന്റെ റസൂലിന്റെ മുമ്പില് 25 വർഷത്തിന്റെ ഇടയില് ഒരിക്കൽ പോലും ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. അല്ലാഹുവേ, ആ ഖദീജയാണ് നബി തങ്ങളുടെ കൈപിടിച്ചിട്ട് കരയുന്നത്. പൊരുത്തം താ നബിയേ, പൊരുത്തം താ നബിയേ. ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, എനിക്ക് പരാതിയില്ല, എനിക്ക് നിന്നെ കുറിച്ച് പറയാ ഒരു പരാതിയുമില്ല ഖദീജ. പോകുകയാണോ ഖദീജ? പിരിയുകയാണോ ഖദീജ? അള്ളാന്റെ റസൂല് നിനക്കെനിക്ക് പൊരുത്തമാണെന്ന് പറയുമ്പോ 65 വയസ്സുകാരിയായ ഖദീജ എന്ന് പറയുന്ന പ്രായമുള്ള ഭാര്യ ചാടി എഴുന്നേക്കുകയാണ്. നിബിതങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്, ചുംബനം കൊടുക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ഖദീജ ഉമ്മ കരയുകയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ച് തരുമോ നബിയേ? എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. ഒരു ഭാര്യയുടെ വസിയ്യത്താണ്, ഒരു ഭാര്യയുടെ വസിയ്യത്താണ്. ഞാൻ മരിച്ച നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്നെ കുളിപ്പിക്കാൻ. എനിക്കിഷ്ടമല്ല നബിയേ, എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ കണ്ട ശരീരം ഒരാള് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഒരു പെണ്ണുപോലും കാണരുത്, ഒരു പെണ്ണുപോലും എന്നെ കാണരുത്, എനിക്കിഷ്ടമല്ല നബിയേ. അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് ആ 65 വയസ്സുള്ള ഭാര്യ കരയുകയാണ്. സമ്മതിക്ക് നബിയേ, സമ്മതിക്ക് നബിയേ, എന്റെ ജനാസ കുളിപ്പിക്കുമോ നബിയേ? അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിക്കുകയാണ്. ഖദീജയുടെ 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എന്റെ കഫം പൊതിയുമ്പോ, എന്റെ മയ്യത്ത് പൊതിയുമ്പോ ഈ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, എപ്പോഴും അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. ഖിയാമത്ത് നാൾ വരെ, മസ്റയിൽ വരുന്നത് വരെ ഖബറിനകത്ത് കിടക്കണ്ടേ നബിയേ. നിങ്ങളില്ലാതെ എനിക്ക് പറ്റൂല, നിങ്ങളുടെ സുഗന്ധം വേണം, നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം നബിയേ.
നബിയേ, ഇല്ലാതെ എനിക്ക് കടക്കാൻ പറ്റൂല, ഖബറിനകത്തുറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെക്കുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് സമ്മതിക്കുകയാ. മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്തിറങ്ങണേ നബിയേ, എന്റെ ഖബറിനകത്തിറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ ജനാസ മണ്ണിലിറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ മണ്ണിലിറക്കി വെക്കാൻ. നിങ്ങളുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ, നിങ്ങളുടെ കൈ കൊണ്ട് വേണം ഈ ഖദീജയുടെ കബളിന്റെ താഴെ മണ്ണ് വെക്കാൻ. അല്ലാഹുവേ, ഖദീജ ബീവി ലോകത്തോട് വിട പറയുകയാണ്. റസൂലുള്ള തളർന്നു പോയടോ, അല്ലാഹുവിന്റെ റസൂലിനെ താങ്ങാൻ പറ്റിയില്ല. അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ നബി തങ്ങളാ കുളിപ്പിച്ചത്. ഇതുപോലെ ഭാഗ്യം കിട്ടിയ ഒരു പെണ്ണ് വേറെയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിച്ചു. മയ്യത്ത് പുതിയ സമയമായപ്പോ ഷാളെടുത്ത് ചുംബിക്കുകയാ, ടുത്ത് ചുംബിക്കുകയാണ്. ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെച്ചു. റബ്ബേ, ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഖദീജ ബീവിയുടെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചു. എന്നിട്ട് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. പിടിമണ്ണ് വാരി വെക്കുമ്പോ ഖദീജ ഉമ്മയുടെ കഫം തുണി നനയുകയാ. നബിതങ്ങൾ കരഞ്ഞടോ, നബിതങ്ങൾ കരഞ്ഞടോ. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. മരിക്കുന്ന കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ നബിതങ്ങൾ കരയുമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ, ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ ഖദീജയുടെ കൂട്ടുകാരികളുടെ വീട്ടിൽ കൊടുത്തു വിടുമായിരുന്നു. ഖദീജ എന്ന് പറഞ്ഞ നബിതങ്ങൾക്ക് ജീവനായിരുന്നു. മറ്റുള്ള ഭാര്യമാരെന്തെങ്കിലും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയും, എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. നബി തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. ആയിഷയ്ക്കൊരിക്കൽ ദേഷ്യം വന്നു, ആയിഷ ബീവിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അവിടെന്ന് ചോദിച്ചു, നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹമെന്ത്? വേറെ ഭാര്യമാരൊന്നുമില്ലേ? അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞടോ. തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ നബിതങ്ങൾക്ക് സഹിച്ചില്ല. നബിതങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊക്കെ എന്റെ ഖദീജയെ പോലെയാകില്ല. ഇതായിരുന്നടോ നബിതങ്ങളുടെ സ്നേഹം, ഇതായിരുന്നു നബിതങ്ങളുടെ സ്നേഹം. ഇത് കണ്ടാണ് ഫാത്തിമ വളർന്നത്, ഇത് കണ്ടാണ് ഫാത്തിമ വളർന്നത്. ആ ഖദീജയുടെ മകളാണ് ഫാത്തിമ, ആ നബിതങ്ങളുടെ മകളാണ് ഫാത്തിമ. 29ാമത്തെ വയസ്സിൽ, 29ാമത്തെ വയസ്സിൽ ആ ഫാത്തിമ മരണിക്കുകയാണ്. ആ ഫാത്തിമയുടെ മരണമെടുത്തപ്പോ 29 വയസ്സുകാരിയായ ഫാത്തിമ അലിയാർ തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, അലിയേ, പൊരുത്തം തരുമോ അലിയേ? പോവുകയാണ് അലിയേ. ഉമ്മ വാപ്പയോട് പറഞ്ഞത്, നിങ്ങൾ വേണം മയ്യത്ത് കുളിപ്പിക്കാൻ, ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. മകള് പറഞ്ഞ മറുപടി, എന്നെ രാത്രിയിൽ വേണം ഖബറടക്കാൻ, എന്നെ രാത്രിയിലെ ഖബറടക്കാവോ? ഭർത്താവ് ചോദിച്ചു, എന്തേ ഫാത്തിമ, പകലാണ് എന്നെ ഖബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് അലിയേ. എനിക്കിഷ്ടമല്ല അലിയേ. എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ള പുരുഷന്മാര് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണടോ മക്കള്. ഉപ്പയും ഉമ്മയും കണ്ടുപഠിക്കുമ്പോ മക്കൾ അങ്ങനെയാവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പരസ്പരം സ്നേഹിക്കണേ, പരസ്പരം സ്നേഹിക്കണേ. തമ്മിലടിയും വഴക്കുകളും മാറ്റണേ, സന്തോഷത്തോടെ ജീവിക്കണേ, ചതിയും വഞ്ചനയും കളയണേ.
സ്നേഹത്തോടെ ജീവിക്കൂ. അങ്ങനെ സ്നേഹത്തോടെ ജീവിച്ചാൽ നീ മരിച്ചാലും നിന്റെ ഭാര്യ പറയും എൻ്റെ ഇക്ക. ഇങ്ങനെ ജീവിച്ചാ നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ ഭാര്യ പറയും എൻ്റെ ഇക്ക. എത്ര നല്ല മനുഷ്യൻ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളാക്കി തരുമാറാകട്ടെ. ഭാര്യ മരിച്ച ഭർത്താവ് പറയും ഇവളെ പോലെ ഒരു നല്ല ഭാര്യ അല്ലാ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, നന്മകൾ ചെയ്യും, നാളെ സ്വർഗത്തിൽ നമ്മളെ ജോഡികളാക്കി തരും. അള്ളാഹു ആക്കി തരുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നമ്മൾ നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരൻ, 2 നമ്മുടെ ഭാര്യ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. 11 മണിയായില്ലേ? 11 മണി കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞത് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഉസ്താദ് അവരുടെ ഉറൂസിൽ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അൽഹംദുലില്ലാഹ് അള്ളാഹു ഉസ്താദിൻ്റെ പൊരുത്തം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.